ഹലോ ഗൈസ്, ഓൾഡ് സ്കൂൾ പോഡ്കാസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ഇതായിട്ട് ചർച്ച ചെയ്യാൻ വന്നിരിക്കുകയാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വാഴ സിനിമയെ കുറിച്ചാണ്. വാഴ 2 നമ്മളെല്ലാരും കണ്ടിട്ടുണ്ട്. അപ്പൊ അതില് കുറച്ച് സംഭവ വികാസങ്ങളുണ്ട്. നമുക്ക് റിവ്യൂ എടുക്കാൻ പറ്റിയില്ല. അതെ അതെ, ഒരു 2 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. എന്നാലും എല്ലാരും കണ്ടിട്ടുണ്ട്. കണ്ടപ്പോഴ് നമുക്ക് അതിനെ കുറിച്ചൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. സിനിമയെ പറ്റിയിട്ട് മാത്രമല്ല, അതിനുള്ളിലുള്ള ചില മെസ്സേജുകൾ, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ, അങ്ങനെയുള്ള അതിനെ പറ്റിയിട്ടുള്ള ഒരു ചർച്ചയാണ് നമ്മൾ ഇന്ന് ഇവിടെ നടത്താൻ പോകുന്നത്. അപ്പം നിങ്ങളിത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടതിന് ശേഷം വന്ന് ഈ പോഡ്കാസ്റ്റ് കാണുന്നതായിരിക്കും ബെറ്റർ. മേ ബി നമ്മൾ കുറച്ച് സ്പോയിലേഴ്സ് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവും, ഡയറക്ടറിനും ബുദ്ധിമുട്ടാവും. നമ്മള് കഥയല്ല ഡയറക്ടർ പറയുന്നത്. നമ്മള് ചില സന്ദർഭങ്ങൾ എങ്ങനെ ആൾക്കാരുടെ ജീവിതത്തിൽ റിലേറ്റബിൾ ആവുന്നു എന്നുള്ള സാധനം പറയുമ്പോൾ ചിലപ്പോൾ അതൊരു സ്പോയിലറായി മാറാം. ചിലപ്പോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചിലപ്പോ വാഴ 3 നമ്മളും ഉണ്ടായിക്കൊടുന്നില്ല. അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടോ? അതെ അതെ, എനിക്ക് പ്രതീക്ഷയുണ്ട്. പക്ഷെ അവര് വാഴയെന്നാണ് സിനിമ ഇട്ടിട്ടുള്ളതെങ്കിൽ നല്ല കഴിവുള്ളവരെ എടുക്കുള്ളൂ. കഴിവ് തെളിയിക്കണം. അത് സത്യമാണ്. കാര്യം ആ സിനിമ കാണുമ്പോഴത്തേക്കും നമ്മള് പടത്തിന് മുന്നേ വിചാരിക്കുക ഇവരൊക്കെ റീൽ ചെയ്യണവർ, അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. എനിക്കോട് വാഴ 1 വന്നപ്പോ തന്നെ ഹാഷറൊക്കെ വന്നപ്പോഴത്തേക്കും പറഞ്ഞ് ഇവർക്ക് അത് കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നൊരു സാധനം ഉണ്ടായിരുന്നു അന്ന്. അല്ല, പക്ഷെ ആ വാഴ 1 എനിക്ക് തോന്നുന്നു ആ ഒരു മൊമെന്റും കൂടെ ആയിരിക്കും. വാഴ 1 ഈ ഹാഷർ വന്നൊരു മൊമെന്റ് ഉണ്ട്. ഭയങ്കര ചീറും കാര്യമായിരുന്നു. ആ ഒരു സാധനം കൂടെ ചീറുണ്ടായിരുന്നു. പിന്നെ ചിലപ്പോ അത് അതിന് വേണ്ടിയിട്ട് പ്ലേസ് ചെയ്തായിരിക്കും, അന്ന് പ്ലേസ് ചെയ്ത് നോക്കിയതായിരിക്കും. അതിനുശേഷം പറഞ്ഞു 2 അവരാകുമെന്ന് പറഞ്ഞപ്പോ തന്നെ ഒരു മൊത്തത്തിൽ ഒരു സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ അവര് വാഴ 1 പ്രൊമോഷൻ കാര്യങ്ങളും പിന്നെ അവരെ പോസ്റ്റർ ഒക്കെ ഇടുമ്പോഴ് അതിൽ പറഞ്ഞ കമന്റ് അത്രയും ഹാഷർ അവരെ പറ്റിയാണ് വരുന്നത്. അവരൊരു ചെറിയൊരു റോൾ ഉണ്ടെങ്കിൽ ആയിരുന്നെങ്കിലും അവരെ പറ്റിയാണ്. അതൊരു മാർക്കറ്റിങ്ങിന് നല്ലതായിരുന്നു വാഴ 1. ആ സമയത്ത് ഇവർ കത്തി നിന്ന ടൈമായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഈ ഒരു ഫേസുകൾ എല്ലാവർക്കും ഫെമിലിയർ ആയിരുന്നു. ഇപ്പം യൂട്യൂബിന്റെ കമന്റിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും ഫുള്ള് ഹാഷർ ടീം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ. അപ്പൊ അതിലൊരു വേറൊരു ഫേസും ഉണ്ടായിരുന്നു. കുറെ ആൾക്കാർ പറഞ്ഞത് ഇത്രയും മാത്രം പൊക്കേണ്ട ആവശ്യമില്ല എന്നൊരു സാധനം ഉണ്ടായിരുന്നു. പക്ഷെ ഈ സിനിമ കണ്ടപ്പോഴത്തേക്കും അവരെല്ലാം ഭയങ്കര ഞെട്ടിച്ച് കളഞ്ഞു. ഭയങ്കര വാഴ 1 അവന്റെ ടൈമിങ്, ആ സംഭവം അതിലും ബെസ്റ്റ് ആയിരുന്നു. നല്ല ചിരിയുണ്ടായിരുന്നു. ആ ഒരു നമ്മുടെ ജയിൽ സീനൊക്കെ എക്സ്പ്രഷനും അതൊക്കെ ഭയങ്കര രസമായിരുന്നു. പക്ഷെ ഈ സിനിമയിൽ വന്നപ്പം ഇത് അതൊന്നും അല്ല. എല്ലാ ഇമോഷൻസും വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. റീലിൽ കാണുന്ന ആളേ അല്ല. അവന്മാര് പക്ഷെ എനിക്കൊന്നും ഹാഷിർ എന്നുള്ള പേര് മാത്രമേ പറയണുള്ളൂ. പക്ഷെ അവന്മാര് എല്ലാവരും ഡിസേർവിംഗ് ആണ്. അതിൽ അലനാണ് എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ചും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫേസിലെ ക്യാരക്ടർ. അലനും അജിനും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട്. അജിൻ സത്യം പറഞ്ഞ സർപ്രൈസ് ആയി. ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അവൻ ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. അജിന്റെ ചേട്ടനായിട്ട് വന്ന അജിന്റെ അത് അവൻ കിടിലം നല്ലൊരു ഇത് കിട്ടി. പിന്നെ ഇവരുടെ ടീമിന് തന്നെ മൊത്തത്തിൽ തന്നെ ഒരു നായകൻ, ഒരു 4 ഹീറോസിന്റെ ഒരു സാധനം ഒത്തു കിട്ടി. അഭിനയിക്കുന്നത് നെയിമിലാണ് അഭിനയിക്കുന്നത്. അതൊക്കെ ഭയങ്കര സംഭവമല്ലേ? സത്യം. കാര്യം ഈ ഒരു സിനിമ ഇപ്പം ഭയങ്കര ഹിറ്റ് ആകുമ്പോഴത്തേക്ക് ഈ പേരും കൂടുതൽ അറിയുക. അതല്ലേ ഇവര് മൊത്തത്തില് ഈ സിനിമയെ നോക്കുമ്പോഴ് നമ്മൾ കണ്ടിറങ്ങുമ്പോഴ് ഇവര് മൊത്തത്തില് എല്ലാ ഇമോഷനും അഭിനയിച്ചിട്ടുണ്ട്. ഇത് ഇമോഷനിലായാലും ഇതായാലും കോമഡി മാത്രമല്ലല്ലോ, എല്ലാം അഭിനയിച്ചിട്ടുണ്ട്. കോമഡി ഭയങ്കര കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ അത്രയ്ക്ക് മറ്റേ ഫസ്റ്റിലെ പോലത്തെ അത്രയൊന്നും കോമഡിക്ക് ആക്കിയിട്ടില്ല. ഒരു ഇമോഷണൽ സീൻസ് നമ്മൾ ചിരിക്കാൻ വേണ്ടി പോയിട്ട് ചില സീനിലൊക്കെ ഇരുന്ന് ഇങ്ങനെ കണ്ണുകൾ ഇമോഷണൽ സീന്. പിന്നെ ഇവരൊരു ഫസ്റ്റ് ഹാഫ് തീരണ ആ സമയത്ത് ഒരു ഫൈറ്റ് സീനുണ്ട്. അതിൽ അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്തവര് സമ്മതിക്കണം. അതല്ല ഇവര് ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സേ അവര് ഫസ്റ്റ് ഡേ തന്നെ ഇത്രയും ആൾക്കാരെ തിയേറ്ററിൽ കൊണ്ടുവന്നു പറഞ്ഞാല് അത് ഒരു ഭയങ്കര സംഭവം തന്നെ. മോഹൻലാൽ മമ്മൂട്ടി പടത്തിന് പോലും കിട്ടാത്ത ഒരു സാധനമാണ് സത്യം പറഞ്ഞ ഇതിൽ വന്നത്. ഫസ്റ്റ് ഡേ ഓപ്പണിംഗ് 5 crore എന്തോ ആണ്. സാധാരണ ഒരു സൂപ്പർ സ്റ്റാറിന് കിട്ടുന്ന ഒരു ഓപ്പണിംഗ് ആണ്. ഇപ്പോഴത്തെ യൂത്ത് നടന്മാർക്ക് പോലും ഇങ്ങനത്തെ ഒരു ഓപ്പണിംഗ് കിട്ടൂല. അത് നോക്കിയാൽ മതി. ഫസ്റ്റ് ഡേ കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡേയോ തേർഡ് ഡേയോ എടുത്തിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും ടിക്കറ്റ് ഇല്ല. ടിക്കറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മൂലയിൽ ഒരു സീറ്റ് കിട്ടിയാൽ കിട്ടി, അല്ലാതെ ഒരു തിയേറ്ററിലും ഇല്ല. ഇപ്പം കിടിലം സ്ക്രീൻ ഒന്നുള്ളതല്ല, ഒരു തിയേറ്ററിലും ഫില്ലാണ്. അതൊക്കെ ഭയങ്കര
സംഭവമാണ്. കാര്യം ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇതിലോട്ട് വരുന്നു എന്നുള്ളൊരു സാധനം ഇടയ്ക്ക് വെച്ചിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു, ഒരു പുച്ഛവും ആൾക്കാർക്ക് ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. ഇവരൊക്കെ പണ്ട് മിമിക്രിക്കാര് സിനിമയിൽ വരുമ്പോ അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഇപ്പൊ മിമിക്രിക്കാര് കടന്ന ഒരു കളി മാത്രമല്ലേ ഉള്ളൂ സിനിമ, ഇപ്പൊ ഒന്നുമില്ലല്ലോ സിനിമ. ഒരു ഇടയ്ക്ക് ആ ഒരു സാധനം ഉണ്ടായിരുന്നു. അതിന്റെ ശേഷം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് കുറച്ചൊരു മതി അങ്ങനത്തെ ഇതാക്കി കുറച്ച് വെറുപ്പീരൊക്കെ ആയപ്പോഴ് ആൾക്കാർ അങ്ങനെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ കൊണ്ടുവരുന്നതും സ്റ്റീരിയോ ടൈപ്പ് ചെയ്ത് തന്നെ കൊണ്ടുവരണം, അല്ലാണ്ട് ഇങ്ങനത്തെ റോളിലൊന്നും അല്ല ഒരു വെറുപ്പിക്കൽ റോളിലാണ് വ്ളോഗർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് റോൾ ആയിട്ടൊക്കെയാണ്. എനിക്ക് ഓർമ്മയുണ്ട് സഞ്ജു ടെക്കിയൊക്കെ മറ്റേ ഇതിൽ വന്നു ഓപ്പറേഷൻ ജാവല്, അത് അവന് വ്ളോഗർ ആയിട്ട് തന്നെ സ്റ്റാർട്ടിങ് ഫേസിലാണ് അങ്ങനെ വന്നത്. പിന്നെ അതിനുശേഷം ഒരു ഇപ്പം ആവേശമാണ്, അത് ഹിപ്സ്റ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്നു. മറ്റവന്മാർ രണ്ടുപേരും അതിലൊരു പയ്യനുണ്ടായിരുന്നു. ശരിയാ. അപ്പൊ അതിനുശേഷം ആ ഒരു ഇത് മാറി, ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനോടുള്ള ഒരു സാധനം മാറി. അല്ല ഇപ്പോഴും ആ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് വെച്ചാൽ കഴിവ് കേട്ടോ, വേണം. പക്ഷെ കഴിവ് മാത്രം പോരാ, ആൾക്കാരുടെ അടുത്ത് അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സാധനം കൂടെ വേണം. ഹാഷിർ അതെല്ലാം എക്സ്പ്രസ് ചെയ്ത് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒരു ഇത് വഴിയേ റീലിട്ട് എല്ലാം എക്സ്പ്രസ് ചെയ്ത്. ഇപ്പം അങ്ങനെ കഴിവുള്ളവർ എത്ര പേരുണ്ട്? അല്ല എനിക്ക് തോന്നണ അവന്റെ ആ ഒരു ജോണർ സാധനം ഉണ്ടല്ലോ, ഇപ്പം ഹാഷിർ ചെയ്യുന്ന ആ ജോണർ സാധനം പുള്ളി തന്നെയാണ് കൊണ്ടുവന്നത്. അതിനുശേഷമാണ് മറ്റേ സാബിറ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ ഇതേ ഇൻസ്റ്റാഗ്രാമിൽ ആ ഒരു പാറ്റേൺ കൊണ്ടുവന്നത് ഇവര് തന്നെയാണ്. ഈ ഒരു ടൈപ്പ് നമ്മൾ നോർമലി കാണുന്ന രീതിയിലുള്ള അല്ലാത്ത ഒരു റീലിന്റെ ഒരു ഫോർമാറ്റിൽ അല്ലാതെ ഒരു സിനിമാറ്റിക് ഒരു സാധനം കൊണ്ടുവന്നത് ഇവരാ. സിനിമാറ്റിക് മാത്രമല്ല, മറ്റേ ഇവരെ ഡയലോഗ്സ് ഒക്കെ ഹിറ്റ് ആവുക, അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ടല്ലോ. പണ്ട് കരിക്കൊക്കെ ചെയ്തിരുന്ന പോലത്തെ, അതുപോലെ അവരുടെ ഡയലോഗ് ഭയങ്കര നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡയലോഗ്, എന്തെങ്കിലും സിറ്റുവേഷനിൽ നമുക്ക് അടിക്കാൻ പറ്റുന്ന ഡയലോഗുകൾ ഒരുപാട് വെൽ ഡയറക്റ്റഡ് റീലും കൂടെയാണ് അത്. അവരെ മൊത്തത്തില് അവരെ അഭിനയിക്കണയൊക്കെ ഭയങ്കര നാച്ചുറൽ ആയിട്ട്, പിന്നെ സൗണ്ട് എഫക്ട്, അതിന്റെ ഒരു മൊത്തത്തിലൊരു ക്വാളിറ്റി നല്ല റീലായിരുന്നു. ആ ഒരു ടൈമിൽ നല്ല ആൾക്കാർക്ക് ഒരു വ്യത്യസ്തത തോന്നിയ ഒരു സാധനമായിരുന്നു. പിന്നെ ഇവരുടെ ടീം ഈ വാഴ 2 പ്രൊമോഷൻ ആയിട്ട് മറ്റേ മഴവിൽ മനോരമയിലൊക്കെ പോയപ്പോഴും അവിടെയും മറ്റേ റെക്കഗ്നൈസബിൾ ഫേസ് അല്ല. മറ്റേ മഞ്ജു ചേച്ചിയൊക്കെ പറഞ്ഞത് കരിക്കിലുള്ളതെന്ന് ചോദിച്ചു. പിന്നെ സ്റ്റിക്കർ എവിടെ സ്റ്റിക്കർ കണ്ടിട്ടുണ്ടോ? ഞാൻ സ്റ്റിക്കർ അയക്കാറുണ്ട്, സ്റ്റിക്കർ കണ്ടിട്ടുണ്ട്. അവര് കണ്ടിട്ടില്ലായിരിക്കും, അറിഞ്ഞൂടെയിരിക്കും. പക്ഷെ എന്നാലും ആ ഇപ്പോഴത്തെ ഒരു സെൻസേഷനാണ്. എന്തൊക്കെ പറഞ്ഞ ഹാഷിർ എന്ന് പറയുന്ന നല്ല രീതിയിൽ അറിഞ്ഞാണ്. പിന്നെ സിനിമയിലെ പേരും ഇതല്ലേ ഹാഷിർ, അപ്പൊ എന്തായാലും ഇനി മറക്കൂല. അടിക്കാൻ പോകണ അലൻ, വിനായകൻ, അജിൻ, അതെ, ഇത് 4 പേരും എന്തായാലും പേരൊന്നും ഇനി മറക്കൂല. സ്റ്റിക്കർ 4 പേരും എന്തായാലും മലയാള സിനിമയിൽ അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളായി മാറട്ടെ. മാറി. ബട്ട് ഇനിയും കണ്ടിന്യൂ, ഈ സക്സസ് കണ്ടിന്യൂ ചെയ്യണം. പിന്നെ അതെ, കറക്റ്റ് പോയിന്റ് നമ്മുടെ AJP പറഞ്ഞിട്ടുണ്ട്. AJP മറ്റേ പടം കണ്ട് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് മറ്റേ പുള്ളിയുടെ എന്തോ പറയുന്നത് സ്റ്റാർ ആവോ എന്തോന്ന് ചോദിക്കും. അപ്പൊ പറയും നല്ല നല്ല അവസരങ്ങൾ കിട്ടിയാലേ സ്റ്റാർ ആവാൻ പറ്റൂ. മോഹൻലാൽ, മമ്മൂട്ടി അവരോടൊക്കെ പോയി അവരുടെ കൂടെയൊക്കെ വന്ന് പിന്നെ നെപ്പോ കിഡൊന്നും അല്ലല്ലോ, അപ്പൊ അതുകൊണ്ട് സ്റ്റാർ ആവാൻ ഭയങ്കര പാടായിരിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞു. ഭയങ്കര എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിൽ, കേട്ടിട്ടില്ലാത്ത രീതിയിൽ വേറൊരു AJP. ഐ മീൻ ആ AJPയുടെ സ്ഥാനം ഇപ്പൊ മറ്റേ അഖിൽ മാരാറാണ് എടുത്തത്. അപ്ഡേറ്റ് ചെയ്യാനോ നല്ല പറഞ്ഞ കാര്യം അത് കണ്ടില്ല. അങ്ങനെയൊക്കെ സംസാരിച്ചെങ്കിൽ സൂപ്പർ കൊള്ളാം. അത് ഈ സ്റ്റാർ നെപ്പോ കിഡ്സ് അല്ലാത്തതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഫസ്റ്റ് സിനിമ തന്നെ 100 കോടി എന്ന് പറയുമ്പോ അല്ല, സിനിമ മൊത്തത്തിൽ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിരുന്നില്ലേ. ചുമ്മാ ഒരു കോമഡി മാത്രമല്ലായിരുന്നല്ലോ, മൊത്തത്തില് ഇമോഷണൽ ആയാലും ആ വെൽ ഡയറക്റ്റഡ് സിനിമ, പിന്നെ റൈറ്റിംഗ് ആവട്ടെ, എല്ലാം കൊണ്ട് മൊത്തത്തിൽ നമ്മളെ മനസ്സിലിരിക്കുന്ന ഒരു സിനിമ, നമുക്ക് സംസാരിക്കാൻ തോന്നുന്ന ഒരു സിനിമയല്ലേ. അത് ഭാഗ്യം തന്നെ ഫസ്റ്റ് സിനിമ ഈ ഒരു ലോഞ്ച് കിട്ടാൻ. വാഴ 1 വെച്ച് നോക്കുകയാണെങ്കിൽ വാഴ 1-നെക്കാട്ടിയും ഭയങ്കര സ്റ്റോറി ലൈനിലാണെങ്കിലും ഇത് ഭയങ്കര എഴുത്തിന്റെ ഇതാണ്. ആൾക്കാർക്ക് റിലേറ്റ്
കോമൺ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യണ കുറേ സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള പിള്ളേർക്ക് ഏതെങ്കിലും ഒരു സാധനം അതിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കാകെ മറ്റേ ആ ഒരു ഇവരുടെ മറ്റേ സിന്തറ്റിക് ഡ്രഗിന്റെ സാധനം മാത്രമേ നമുക്ക് റിലേറ്റ് ചെയ്യാതിരുന്നു. ബാക്കിയല്ല ഏതാണ്ടൊക്കെ എല്ലാം മിക്കതും റിലേറ്റഡ് ആണ്. പ്രത്യേകിച്ച് സ്കൂളിലുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് സാധനങ്ങൾ റിലേറ്റഡ് ആണ്. അവിടെ അങ്ങനെ അതേ ടൈപ്പ് പോലത്തെ ടീച്ചർമാരും മറ്റേ അവരുടെ ഒരു എൻജോയ്മെന്റ് ഉണ്ടല്ലോ. ഇപ്പം അതായത് നമ്മൾ ആദ്യമേ ചാപ്പ കുത്തും, ഈ ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തതാണ്. മറ്റേ പുള്ളിയുടെ പേരെന്തോ വിജയ് ബാബുവിന്റെ ക്യാരക്ടറുള്ള ആ ഒരു പ്ലഷർ കണ്ടെത്തുന്ന കുറെ ടീച്ചേഴ്സ് പറഞ്ഞാൽ അങ്ങനെ ഒരു അതേപോലത്തെ ഒരു പേര് സിമിലർ ഉള്ള ഒരു പേരുള്ള ഒരു സാർ ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് പോയി. കുറച്ച് നമ്മൾ ഒന്ന് വളർന്നു വന്നപ്പോഴത്തേക്കും പുള്ളി പോയി. ഇതേപോലെ ആയിരുന്നു, അടിയൊക്കെ ചെയ്യുമായിരുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുട്ടികളെ അടിക്കുന്നത് നന്നാവാനല്ല, പുള്ളിയുടെ ഒരു വിനോദം തീർക്കാൻ എന്താ പറയണ ഒരു എക്സസിറ്റി, അങ്ങനെ എന്തൊരു എക്സ്റ്റസി കിട്ടാൻ വേണ്ടി, ഒരു കിക്ക് കിട്ടാൻ വേണ്ടി, ഉന്മാദം, ഒരു അടി കൊടുക്കുമ്പോ ഒരു സന്തോഷം, ആ ഒരു സാധനം ഉണ്ടല്ലോ. അല്ല, ഒരു കാര്യമില്ലാതെ ചുമ്മാ ഇപ്പം നമ്മളിങ്ങനെ ഓടിക്കൊണ്ട് പോകുമ്പോഴ് എല്ലാം ചുമ്മാ ബാക്കി നടക്കുമ്പം പറയും അടിച്ചിട്ട് പറയും ഓടാൻ, ക്ലാസ്സിൽ കയറുന്ന ഒരുത്തനായിരിക്കും. അപ്പൊ ക്ലാസ്സിൽ അവിടെ കയറാൻ പോകുമ്പോഴത്തേക്ക് കേരള എന്ന് പറഞ്ഞ് അടിക്കൂലേ, ആ ഒരു സെറ്റപ്പ്. എന്നിട്ട് മറ്റേ PT സാർ, ഈ PT സാറാണ് ഇങ്ങനത്തെ കുറച്ച് കൂടുതൽ മറ്റേ ഇങ്ങനെ പിടിച്ച് ഇരിക്കാൻ പറയും, എന്നിട്ട് ബാക്കിൽ ഒരു അടി. പക്ഷെ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. നമ്മുടെ PT സാറൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. അല്ല എവൻ മറ്റേ ഇത് ചെയ്യാറില്ലല്ലോ. നിനക്ക് വലിയ അടി കിട്ടിയിട്ടില്ല. സാറുമാരെയൊന്നും അങ്ങനെ എന്തേലും ചെയ്യാതെ ചെന്നാ മാത്രമേ. അല്ലല്ലേ, എനിക്ക് മനസ്സിലായി ഈ കാറ്റഗറി ആൾക്കാരെ എനിക്ക് മനസ്സിലായി. ചതിക്കുന്നവരല്ലേ, ഇല്ലില്ല. ഞാൻ മറ്റേ ക്ലാസ്സിൽ ഒതുങ്ങിയിരിക്കുന്ന കുട്ടികളിൽ ഒതുങ്ങിയിരുന്ന് പണി കൊടുക്കണമെന്നാണ് ഞാൻ. അത് തന്നെ ഒതുങ്ങിയിരിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു അടി കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് പൊട്ടിത്തെറിക്കുമല്ല, മൊത്തത്തിൽ ഇല്ലില്ല. ഞാൻ അടിയിട്ടപ്പോ ചിരിക്കുകയാണ്. പിന്നെ വീണ്ടും കിട്ടും അല്ലേ, അങ്ങനെയല്ലേ വീണ്ടും അടി. അല്ല, നമുക്ക് ഇതേപോലെ കുറെ സാധനങ്ങൾ നമുക്കും അറിയാൻ പറ്റും. അതായത് ടീച്ചർമാര്, നമ്മളെ ചുമ്മാ നമ്മളെ ജനറേഷനിൽ 90s കിഡ്സ് ആ ഒരു ടൈമിലൊക്കെ ഈ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാ ഒരു സംഭവമായിരുന്നു. പ്രത്യേകിച്ച് വീട്ടുകാര് പറയുന്നു നല്ല അടി കൊടുക്കുന്ന സാറാണെന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ട് ചേർക്കും. അടി കൊടുക്കുന്ന സാറാണ്, അത് പഠിപ്പിക്കും. ആ ട്യൂട്ടോറിൽ പോയി നല്ല അടിക്കും, അവിടെ കൊണ്ട് ചേർക്കണം. സ്കൂളിൽ അടി കിട്ടണം, ഓക്കെ. ഒരു അടി എടുത്ത എന്തൊരു ചൂരലിട്ട് ഒരു അടി കൊടുക്കണം. ഇത്ര ഉള്ള ഒരു തടിയുടെ ഒരു പീസ്, ഇത്ര കുറച്ച് മഞ്ഞ കളറുള്ള തടിയുടെ പീസ് ഇട്ട് ഒരു അടി. അത് അങ്ങനെ കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ നീ ആലോചിച്ചിട്ടുണ്ടോ? നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ ഒരു എന്തിനടിക്കണത് അവർക്ക് ഒരു സുഖം. നമ്മളൊരു ഇംഗ്ലീഷ് കണ്ണന്തിരിവ് കാണിച്ചു തരണം. കണ്ണന്തിരിവ് കാണിക്കണെന്ന് വെച്ചാൽ എന്തൊരു കണ്ണന്തിരിവ് കാണിക്കുക. ആ സമയത്ത് പറ്റേ ഇത് ഈ സിനിമയിൽ പറയണ പോലെ നമുക്ക് കുറച്ച് അബദ്ധങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചില സാധനങ്ങളൊക്കെ കാണിക്കുമായിരിക്കും. പക്ഷെ അതൊക്കെ സംസാരിക്കുമായിരിക്കും. അവര് മിണ്ടായിരിക്കാൻ പറയുമ്പോൾ മിണ്ടായിരിക്കൂലായിരിക്കും. 5ാം ക്ലാസ് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മളാണ്. അപ്പൊ നമ്മള് ഫസ്റ്റ് ഇയർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്കിൽ ഇപ്പം എന്തെങ്കിലും എഴുതിയ തെറ്റാണെങ്കിൽ ഇങ്ങനെ ബുക്ക് എടുത്ത് ഒരു എറിയും, തറ എറിയും അല്ലെങ്കിൽ മുഖത്ത് എറിയും, എന്നിട്ട് തറയെ പിടിച്ചിരുത്തും. തറയിൽ പിടിച്ചിരുത്തും. നമ്മൾ നിക്കറൊക്കെ ഇട്ടാണ് പോണം. തറയെ പിടിച്ചിരുത്തണം. പിന്നെ നമ്മൾ ഇങ്ങനെ ഉറങ്ങി ഇങ്ങനെ പോയാൽ മറ്റേ ഡസ്റ്റർ എടുത്ത് എറിയും. ഡസ്റ്റർ എന്ന് പറഞ്ഞാൽ പഞ്ഞി ഡസ്റ്റർ അല്ല, തടി ഡസ്റ്റർ എടുത്ത് തലയിലെറി. ഓ, നിങ്ങള് എനിക്ക് പ്രൈവറ്റ് ആയോണ്ടായിരിക്കും. ചിലപ്പോ ആയിരിക്കും. ഗവൺമെന്റ് സ്കൂളില്, ഞാൻ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. അവിടെ അത്രത്തോളം എനിക്ക് തോന്നുന്നു നിന്റെ ആ വർഷമായപ്പോഴേ മാറിയതായിരിക്കും. എനിക്കറിയില്ല, അങ്ങനത്തെ ആൾക്കാരില്ലാത്തതും അല്ല. ഇതിന്റെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാല് ഇത് വെച്ചിട്ട് കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കുറയും. നമുക്ക് ഒരു ഡൗട്ട് അല്ലെങ്കിൽ ഒരു സാധനം ചോദിക്കാനുള്ള സംഭവം ഭയങ്കരമായിട്ട് കൊച്ചുനാളിലാണ് നമ്മൾ ഈ ക്യൂരിയോസിറ്റി കുറച്ച് ബിൽഡ് ചെയ്തുകൊണ്ട് വരാനുള്ളതും ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനുള്ള സമയമാണ്. അപ്പൊ ഇങ്ങനെ അടിയും ഈ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോഴേ സാധനം കിട്ടുമ്പോൾ നമ്മൾ ചെയ്യുമല്ലോ. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്റർവ്യൂസ് പോഡ്കാസ്റ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കിഴുക്കിന്റെ കാര്യം ഞാൻ ഓർമ്മിച്ചുതരാം. കിഴുക്കിന്റെ ഇതെന്ന് പറഞ്ഞ ഞാൻ നിന്റെ കാണിക്കട്ടെ. സാധാരണ കിഴുക്കണ അങ്ങനെയാണ്, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഇതൊരു ചെവി ഇങ്ങനെ പിടിക്കും. എന്നിട്ട്
പിടിച്ച് കൊടയും. അവിടെ നമ്മള് ഇവിടെ തൊലിയൊക്കെ പോകും, പിന്നെ ചോപ്പാവും. ഓ എനിക്ക് ഇവിടെ തൊടയില് കിട്ടിയിട്ടുണ്ട് കുഞ്ഞില് 4-3 പഠിക്കുന്നത്. അതൊക്കെ ദാരിദ്ര്യം. ഇത് വലുതായിട്ട് മുതുക് കാളകളായിട്ടാണ് കിട്ടുന്നത് ഇതൊക്കെ. എനിക്ക് ഈ ടീച്ചറിനോട് ട്യൂഷന് പോകുന്നോണ്ട് ഇവിടെ ഇവിടെ അല്ല, എനിക്ക് മനസ്സിലാവാത്തത് ക്ലാസ്സിൽ നിന്ന് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്, അത് പോരാത്തോണ്ട് യവന്മാർ അവിടെ ട്യൂഷനും പോവായിരുന്നു. ഞാൻ ദിവസം കഴിച്ച് അവിടെ പോയിട്ടില്ല. അല്ല അത് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ മറ്റേ സർക്കാർ സ്കൂളിലൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഈ പാരന്റ്സിന് കുറച്ചുകൂടെയൊക്കെ അതോറിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഈ പ്രൈവറ്റിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ തല്ലി കൊല്ലണം എന്നുള്ള രീതിക്കാണ് കൊണ്ടുവിടണത്. അപ്പൊ അവരങ്ങനെ എനിക്ക് തോന്നുന്നില്ല അടിച്ചാലും കൊന്നാലും അവർക്ക് കുഴപ്പമില്ല. അല്ല, അതിന്റെ നമ്മളുടെ ആ സമയത്ത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ CBSE സ്കൂൾസ് വന്ന സമയമാണ്. അപ്പൊ നമ്മളുടെ അച്ഛനമ്മമാർ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ CBSE സ്കൂളിൽ പോകണം, അപ്പൊ അവർക്ക് എങ്ങനെയാണ് അവിടെ പറയാനുള്ളത് സംസാരിക്കാനുള്ളത് സംഭവം അവർക്ക് അറിഞ്ഞുകൂടാ. ആ ടൈമിൽ ഇംഗ്ലീഷ് മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇതായിരുന്നു, എന്തോ ഭയങ്കര ഒരു പിള്ളേരെ ഈ ഉപദ്രവിക്കുന്നതിന്റെ അതിനെ പറ്റിയുള്ള റൈറ്റ്സ്. പക്ഷെ പിള്ളേരെന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ആണ്, എന്ത് വേണോ ചെയ്യാം. അതിനെ ഷേപ്പ് ചെയ്തെടുക്കണമെങ്കിൽ അടിച്ചും പിടിച്ചും പറയുമല്ലോ അവര് നല്ലോണം അടിച്ചാലേ ഈ സാധനം മൂർച്ചയുള്ള മറ്റേ എന്തോ പറയുമല്ലോ ഇരുമ്പിനെ അടിച്ച് പഴിപ്പിച്ച് അവരെ സംബന്ധിച്ച് റിസൾട്ട് ഉണ്ടാക്കണം, അതാണ് അവരുടെ. പിന്നെ എനിക്ക് തോന്നുന്ന പാരന്റ്സിനും അവര് ചൈൽഡ്ഹുഡും ഇതേപോലെ ആയിരുന്നു, ഇതിനെക്കാട്ടിയും ഭീകരമായിരുന്നു. അപ്പൊ പിന്നെ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയും കിട്ടി കാണൂല. അപ്പം അത് വെച്ച് നോക്കുമ്പോ ഇത് ബെറ്റർ ആണല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇങ്ങനെ ചെയ്യണം. പക്ഷെ അതും തെറ്റാണ്. പക്ഷെ അവര് അന്ന് ഇത് പറയും, മറ്റേ കല്ലും മുള്ളിലും ഒക്കെ കടന്ന് മറ്റേ പുഴയൊക്കെ നീന്തി പഠിക്കാൻ പോയ കഥകൾ അവര് നമ്മളുടെ പറയണത്. എനിക്കൊരു ബുക്കില്ലായിരുന്നു, മറ്റേ റബ്ബർ ബാൻഡ് ഇട്ട. അപ്പൊ നമ്മൾ വിചാരിക്കും കുഴപ്പമില്ല, അടിയല്ലേ ഉള്ളൂ, പോവാ. പിന്നെയാണ് ഈ കൂട്ടത്തിലെ ചതിയന്മാര്. ശരിയാ. ഈ ഇത് തന്നെ നമ്മൾ പഠിക്കുന്ന ടീച്ചർമാരെ ചിലരെയൊന്നും തൊടൂല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ദുരന്തർ. പക്ഷെ അത് മറ്റേ സ്കൂളിൽ ആ സമയത്ത് അവർക്ക് അത് ഭയങ്കര ഒരു ബാഡ്ജ് കിട്ടും പോലെയാണ്, ഈ സ്കൂൾ ടീച്ചറിന്റെ പെറ്റാവുക എന്നൊക്കെ പറയണത്. അവർക്കൊരു റിബൽ സ്റ്റുഡൻസിന് നമ്മൾ ഇങ്ങനെ പെറ്റണം എന്ന് പറയണത് നമുക്കൊരു നാണക്കേടാണ്. നമ്മളത് നമ്മളത് ഇന്ന് അംഗീകരിച്ചാൽ പോലും നമ്മളത് കളഞ്ഞിട്ട് പോയായിരുന്നു. പക്ഷേ മറ്റേ ചില പിള്ളേർക്ക് ഭയങ്കര ഇതാണ്, അവർക്ക് ഇങ്ങനെ എല്ലാ കാര്യം അവർ പറയുന്ന എല്ലാ സാധനങ്ങളും ചെയ്തു കൊടുക്കണം. ഇപ്പൊ ഈ സിനിമയിലാണെങ്കിൽ വിജയ് ബാബു മറ്റേ ഒരു പോലീസുകാരന്റെ ബുദ്ധിയിൽ ഒരു ചെയ്യണ ഒരു പരിപാടി ഉണ്ടല്ലോ, അതേപോലെ സാധനമൊക്കെ നമ്മുടെ സ്കൂളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ സിനിമയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരെ പെടുത്തണതാണ്. അല്ല, പെടുത്തിയിട്ട് അത് പുള്ളി എനിക്ക് തോന്നുന്നു മറ്റേ ഒരു പോലീസുകാരനാവാൻ ആഗ്രഹമുള്ള സാറന്മാര് അതേപോലത്തെ ടീമാ. ഈ ഫ്രസ്ട്രേഷൻ ഉള്ള ആൾക്കാർ എന്ന് വെച്ചാൽ ആ ഒരു സ്കൂളിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരിക്കുമ്പോഴേ എന്തെങ്കിലും ഒരു പവർ കാണിക്കാനുള്ള ഒരു സാധനം ഉണ്ടല്ലോ, അങ്ങനെ ചെയ്യണവരാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു കുട്ടിയെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ എത്ര മാത്രം മറ്റേ വീട്ടിൽ പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് മൊത്തത്തിൽ ഒരു അതോറിറ്റി എടുക്കുക, പിന്നെ ബാക്കിയുള്ളവരെ പെടുത്തുക. ഇതില് മറ്റേ ലൈൻ തൂക്കണ സംഭവമില്ലേ, അത് നമ്മുടെ സ്കൂളിൽ നടന്നിട്ടുണ്ട്. സർക്കാർ സ്കൂള് ഭയങ്കര കിളിയാണ് പറയാതിരിക്കാൻ. അതാണ് ഇവരിങ്ങനെ സർക്കാർ CBSE എന്ന് കൊണ്ട് പറഞ്ഞു പണ്ടേ ഇത് പറയും എപ്പോഴും. ഇത് ഫ്രീഡം ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് ഇപ്പം ഒരു ലൈന് ആയെന്ന് വെച്ചാൽ ഒരാളുടെ വെച്ചിട്ട് ഇവിടെ എത്ര ലൈനുകളുണ്ട്, എന്നിട്ട് അവരെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു കൊടുക്കും, നിങ്ങളുടെ മോനും മോളും വരുന്നത് ഇതിനല്ല, വിളിച്ചു പറഞ്ഞു കൊടുക്കും. സ്ലട്ട് ഷെയ്മിങ് ഉണ്ടായിരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഒത്തിരി പൗഡർ ഇടുകയോ ലിപ്സ്റ്റിക് ഇടുകയോ മുടിയൊന്ന് നന്നായിട്ട് കെട്ടുകയോ പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാനൊന്നും അല്ലോ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് കാണിക്കാൻ. അത് പച്ചയ്ക്ക് ക്ലാസ് ഫുള്ള് നിൽക്കുമ്പം പറയും. സാറുമാരല്ല, ടീച്ചർമാർ പറയും. സാറുമാരതങ്ങനെ പറയാറില്ല. പിന്നെ ഈ CD ആ സമയത്ത് CD ആയിരുന്നു. ഇന്നത്തെ പോലെ നെറ്റ് ഇല്ലാത്തതുകൊണ്ട് അന്ന് ഒബ്വിയസ്ലി ആൾക്കാർ ഈ പിള്ളേർക്ക് ക്യൂരിയോസിറ്റി വരും. CD ആണ്. അപ്പോൾ ആ CD റെയ്ഡ് നടത്തി പിടിച്ചു. ഇതൊരു ഭയങ്കര ഒരു കച്ചവടമാണ്, ഇതൊരു എക്കോണമിയാണ്. നമ്മുടെ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാല് CD എക്കോണമിയാണ്. പക്ഷെ ഇപ്പം ക്ലാസ്സിലൊരു 20 പയ്യന്മാരുണ്ടെങ്കിൽ അത് എന്തായാലും ഒരു 20 പേരുടെ കയ്യിലും ആ സാധനം പോകും തോന്നുന്നു. ലൂപ്പാണ്. അപ്പൊ ഒരാളെ പിടിച്ചാൽ മതി, പിന്നെ ഇങ്ങനെ എന്തായാലും
എന്തായാലും മറ്റേ അടിയും കൊണ്ടിട്ട് അവന്റെ പേര് പറയാതിരിക്കില്ല, എല്ലാരും പേര് ഒറ്റയ്ക്കായി പോകില്ലല്ലോ, മറ്റേത് ക്ലാസ് ഫുള്ളുണ്ട്. അടിക്കാൻ പോകുമ്പോ ഞാൻ മാത്രമല്ല അവന് എല്ലാരും പൊക്കും, എന്നിട്ട് ഓരോരുത്തരെ വീട്ടിൽ വിളിച്ച് പറയും. വീട്ടിൽ വിളിപ്പിക്കും. അതാണെങ്കിൽ CD കയ്യിലിരിക്കണവന്റെ മാത്രം പറഞ്ഞാൽ കുഴപ്പമില്ല, എല്ലാരെയും വിളിക്കും. കണ്ട എല്ലാ ചിലവന്മാർക്ക് ഭാഗ്യം ഉണ്ടാവൂല. ഈ മറ്റേ പണ്ട് ഈ മറ്റേ CD പ്ലെയറിലൊക്കെ ഇരുന്ന് കാണുന്നത്, അത് എല്ലാവർക്കും PC ഒന്നും ഇല്ലല്ലോ. അപ്പൊ അത് ചിലർക്ക് കാണാൻ പറ്റില്ല, ചിലർക്ക് കാണാൻ പോലും പറ്റൂലായിരിക്കും. അവരെ കൊണ്ടുപോയിട്ട് വട്ടിയില തിരിച്ചു കൊടുത്തിട്ട് പോകണമായിരിക്കും. സമയത്തുള്ള കാര്യമില്ലേ, അത് പറയണ്ടേ. കറണ്ട് പോകും ചില സമയത്ത്. അല്ല ഈ ഇപ്പോഴത്തെ പോലെ അല്ല, ലോഡ് ഷെഡിങ് സ്ക്രൂ ഡ്രൈവർ ഇട്ട് തുറന്നെടുക്കും അല്ലേ? കേട്ടിട്ടുണ്ട്, ഏതോ സിനിമയിൽ കണ്ടൊരു ഓർമ്മ. ഇപ്പോഴും ഒരു കമ്പ്യൂട്ടറിൽ ഇപ്പോഴും ഉണ്ട് പണ്ടത്തെ. എന്തൊരു ഇത് കിടപ്പുണ്ടോ? CD കിടപ്പുണ്ട് അതിന്റെ. അതല്ല, നമ്മളൊരു ഫ്രണ്ടിന്റെ പഴയ കമ്പ്യൂട്ടറിൽ എന്തോ ഒരു കമ്പ്യൂട്ടറിൽ ഇപ്പോഴും മനസ്സിലായി. എനിക്ക് മനസ്സിലായി. അപ്പൊ ഈ സാധനം സത്യം പറഞ്ഞ സ്കൂളിൽ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി എന്തെങ്കിലും ചെയ്യാറുണ്ട്. ഇത് വീട്ടുകാരെ വിളിച്ച് നാണം കെടുത്തി, വീട്ടുകാരെ വിളിച്ച് നാണം കെടുത്തി സ്കൂള് ഫുൾ അറിയും. അതല്ല, ഈ സിനിമയിലും അതുണ്ടല്ലോ, CD കൊണ്ടുവയ്ക്കണ ഒരു സാധനം ഉണ്ട്. അതായത് നോർമൽ ആയിട്ടാണ് കാണിച്ചിരിക്കണം. അതല്ല ഈ സിനിമയിൽ തന്നെ മറ്റേ പാരന്റ്സിനെ വിളിച്ചിരുത്തിയിട്ട് സംസാരിക്കുന്ന സാധനമില്ല, ആ സെയിം സാധനം. അത് മറ്റേ അവരെയും കൂടെ അങ്ങ് സെയിം സാധനം. എന്നിട്ട് ഈ CD വെച്ചിട്ട് അത് നാറ്റിക്കണ അവര് പറയും ഇങ്ങനെ വിളിക്കല്ലേ എന്നിങ്ങനെ പറയും. അപ്പോഴേ എന്നാലും അവര് കേൾക്കൂല, ഒരു ദാക്ഷിണ്യം ഇല്ല, വിളിച്ചു പറഞ്ഞങ്ങ് നാണം കെടുത്തും. ഈ നാണം കെടുമ്പോഴെന്താണ് സംഭവിക്കുന്നത്? വീട്ടിൽ പോകുമ്പോ ഒരു ഭയങ്കര ഒരു ഇത് പോവും, മൊത്തത്തിൽ പറ്റാത്തൊരു വില പോവും. പിന്നെ ആ ടൈമിലൊന്നും പിന്നെ കൂട്ടുകാരുടെ പേര് വരും. പിന്നെ ഒത്തുപിടിക്കണേ, നിങ്ങളെ ഒത്തുപിടിക്കാൻ കുഴപ്പമില്ലേ, നമ്മളവിടെയൊക്കെ ഓരോരുത്തരായിട്ടാ പിടിക്കണേ. നീയൊക്കെയാണ് അപ്പൊ പിന്നീട് ആ പേരിലായിരിക്കും അറിയപ്പെടുന്നത്. അതിന്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ കുഴപ്പമില്ല ഇവിടെ, അങ്ങനെ എല്ലാരും ഉണ്ടല്ലോ, അങ്ങനെയൊന്നും അല്ല. ഒരു സാറ് അപ്പോഴും പറഞ്ഞായിരുന്നു, എന്ന് വെച്ചാൽ ഇവരല്ലേ കുട്ടികളല്ലേ, ഇത് രാജീവ് വർഗീസിനെ പോലുള്ള ഒരു സാറ് പറഞ്ഞായിരുന്നു. അതൊരു PT സാറായിരുന്നു. പുള്ളി ഇത്തിരി ടെറർ ആവേണ്ടടുത്താവും, പക്ഷെ ഈ പ്രായത്തിൽ അങ്ങനെയല്ല, ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യണോ? ഇത് മറ്റേ ഇവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പഠന വിഷയമാക്കി. ഇതൊരു കമ്പ്യൂട്ടറിൽ ഇട്ട് ഇത് എന്താണ് ഈ കുട്ടികൾ ഇങ്ങനെ CD പഠിച്ചിട്ട് പോവും ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട്. കമ്പ്യൂട്ടർ ലാബിൽ പോയി എല്ലാവരും കൂടെ ഇരുന്ന് 1 മണിക്കൂർ കുറച്ചൊക്കെ ഒന്ന് കണ്ടിട്ട് വരും. നമുക്കത് സീനില്ല. നമ്മള് പുറത്തിരിക്കുമ്പോ ഇങ്ങനെ കമ്പ്യൂട്ടർ ലാബിൽ ഇങ്ങനെ പോകുന്നതാണ് എല്ലാരും, മറ്റേ ഈ ഒരു സംഭവം നടക്കുമ്പോഴേ കാണുകയായിരിക്കും എന്ന് നമ്മൾ അനുമാനിക്കുന്നു അല്ലേ? കുട്ടികൾ എന്തൊക്കെയാ കാണുന്നുള്ള ഒരു പഠനമായിരിക്കും. ചിലപ്പോ സിനിമ കാസറ്റും കൊണ്ടുവരാമല്ലോ, സിനിമ ഇതും കൊണ്ടുവരാം. ചിലപ്പോ ടെർമിനേറ്ററോ അല്ലെങ്കിൽ ജുറാസിക് പാർക്കോ കൊണ്ടുവന്ന ആൾക്കാരും കാണുമായിരിക്കും അതില്. ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റേ ടൈറ്റാനിക്കിലെ ചെറിയ ഒരു കണ്ടാൽ പോലും ഭയങ്കര പ്രശ്നമുള്ള ഒരു പ്രശ്നബാധിതമായിട്ടുള്ള മേഖലയായിരുന്നു തന്നെ. ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് TV-യിൽ ഇങ്ങനെ ഇടുമ്പോഴേ കറക്റ്റ് ഈ ഇംഗ്ലീഷ് സിനിമ ഇങ്ങനെ ഇട്ടാ കറക്റ്റ് സ്ഥാനത്തായിരിക്കും വീട്ടുകാർ ഒരു ഉമ്മ വയ്ക്കുമ്പോഴായിരിക്കും മതി. ഉമ്മ എന്തൊരു കാണുന്ന ഇതൊരു ചെറുക്കൻ. മറ്റേ സ്പൈഡർമാനാണ് അന്ന് ആ ടൈം, ഫസ്റ്റ് സ്പൈഡർമാനാണ് ആ ടൈമില് ഇത്തിരി നമ്മള് ഭയങ്കരമായിട്ട് ഇത്തിരി സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഫസ്റ്റ്. അതിലൊരു സീനുണ്ടല്ലോ, ഞാൻ ഈ ഇടയ്ക്ക് ഒരു റീലിൽ കണ്ടു, ഒരു കൊച്ച് മറ്റേ അങ്ങനെ മോളാണെന്ന് തോന്നുന്നു, ചെറിയ കൊച്ച്. ആ കൊച്ച് അച്ഛൻ അമ്മയ്ക്ക് ലിപ് ടു ലിപ് കിസ് കൊടു എന്നൊക്കെ പറഞ്ഞിട്ട് റീൽ എടുക്കും. ദൈവമേ കിസ് ചെയ്താ പ്രഗ്നന്റ് ആവുന്നായിരുന്നു അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ കൊച്ചിങ്ങനെ അമ്മ അച്ഛൻ കൊടുത്തു അങ്ങനെ പറയണം. അപ്പൊ ആ ജനറേഷൻ ഭയങ്കരമായിട്ട് മാറി. അല്ല അതുമല്ല, ഇപ്പോഴത്തെ പേരൻസ് കുറച്ചും കൂടി നല്ല ഇതാണ്. അതായത് അടിക്കാനൊന്നും വിടൂല. ഒരു അടിയോ പാടൊക്കെ ആയിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിറ്റേന്ന് ടീച്ചർ വീട്ടിലിരിക്കും. ഇപ്പോഴത്തെ പോലെ അടി കൊടുക്കാനൊന്നും അന്ന് പറയൂല. ആ ഒരു സാധനം മാറി. അത്
നമ്മളുടെ ഒരു ജനറേഷനിൽ ഉണ്ടായിരുന്ന സാധനമാണ്. അതൊക്കെ മാറിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം ആരെയും ഉപദ്രവിക്കാൻ സമ്മതിക്കൂല. IFFK ഒക്കെ ഒരു സിനിമ ഉണ്ട്, ഡോണ്ട് ടെൽ മദർ എന്ന് പറഞ്ഞിട്ട്. അത് ഇത് റിലേറ്റ് ചെയ്ത ഒരു സാധനം, കണ്ടു, നല്ല സിനിമയാണ്. വീട്ടുകാരുടെ കൊച്ചുങ്ങൾ പറയൂല ഇങ്ങനെ അടി, ബാക്കി കഥ പറയുന്നില്ല, ബാക്കി നിങ്ങൾ കണ്ടാൽ മതി. അല്ല, നമ്മളുടെയും ഈ ക്യാരക്ടറൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന സാധനം, പേഴ്സണൽ ഡെവലപ്പ് ചെയ്യുന്ന സാധനമൊക്കെ ഒരുപാട് സ്കൂളിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ആവും. നമുക്ക് ഈ അടിയായി കിട്ടി നമ്മൾ ഈ സാധനങ്ങൾ ഒളിപ്പിച്ച് വെക്കുകയാണെങ്കിൽ നമുക്കത് എത്ര വളർന്നാലും ആ ഒരു സാധനം കാണും. നമുക്ക് ആൾക്കാരോട് സംസാരിക്കാനാണെങ്കിലും അങ്ങനെയുള്ളൊരു സാധനം എന്തായാലും അത് ലൈഫ് ലോങ് അടിച്ചു കിട്ടുന്ന ഒരു സാധനമാണ്. പിന്നെ നമ്മൾ മറ്റേ ഈ നമ്മുടെ ഒരു ഇന്റലിജൻസിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള കുറെ പറയണ രീതി, നമ്മളെ കൊണ്ട് ഒരു കഴിവും ഇല്ല, നമ്മളെ കൊണ്ട് ഒന്നിനും പറ്റൂല എന്നുള്ള രീതിയിൽ ആദ്യമേ ഒരു ഇതായി തന്നിട്ട് പിന്നെ ബാക്കിയുള്ളവന്മാരും അതിനനുസരിച്ചുള്ളതാ. അല്ല, ബാക്ക് ബെഞ്ചേഴ്സിനെ അങ്ങനെ അധികം വില കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ബാക്ക് ബെഞ്ചേഴ്സ് ഒന്നുമില്ല, മിഡിൽ ഫസ്റ്റ് 1-2 ബെഞ്ചിന് മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് അവര് കണക്കാക്കൂല. പിന്നെ അതൊക്കെ ഇറലവന്റ് ആണ്. കഴിഞ്ഞിട്ടേക്കും പിന്നെ ഒരു ടീച്ചറിനോ ഒരു സാറിനോ ഒരു കുട്ടിയുടെ അടുത്തോ 2 കുട്ടിയുടെ അടുത്തോ മാത്രം ഒരു സോഫ്റ്റ് കോർണർ അല്ല, പിന്നെ വെറും പക അതുണ്ടാവാറുണ്ട്. അത് മറ്റേ സാൾട്ട് മെമ്പർ പറഞ്ഞിട്ടില്ലേ, അവന്റെ ചെവിയിലെ പൂടേണ് കാരണം എന്ന് പറയൂലേ, അതേപോലെ തന്നെ എന്തോ ഒരു ഇഷ്ടമില്ല. അത് നമുക്ക് മനസ്സിലാവും. ഇഷ്ടമില്ലാതെ ഒരു കാര്യം കാണൂല. എന്ത് കാര്യം ഉണ്ടെങ്കിൽ തൂക്കണത്. അതെ അതെ, ഒരു കാര്യം കാണൂല. ഒരു കാര്യമില്ലെങ്കിലും ചുമ്മാ അവരൊരു എന്റർടൈൻമെന്റ് അവർക്ക് ഇഷ്ടപ്പെടൂല. അതുണ്ട്. അതേപോലെ പെറ്റുമുണ്ട്, അത് പെറ്റെപ്പോഴും കാണും. പിന്നെ അതുപോലെ തന്നെ ഈ ഇവർ ഇറവെൻ്റായിട്ട് വെച്ചേക്കുമല്ലോ, അതിലുള്ള ആരെങ്കിലും കുറച്ച് മാർക്കോ എന്തെങ്കിലും കഴിവ് വാങ്ങിച്ചാൽ തന്നെ അവർ ചോദിക്കും, കോപ്പി അടിച്ചാണെന്നൊക്കെ ചോദിക്കും. ചിലപ്പോൾ അവർക്ക് അത് അംഗീകരിക്കാൻ ഇത്തിരി പാടാണ്. അതെങ്ങനെ ശരിയാവും, ഇവൻ അവിടെ എവിടെയോ നോക്കി എഴുതിയതാണ്, അല്ലാതെ ഇവന് മാർക്ക് കിട്ടൂല. ഞാൻ ബിടെക്കില് ഒരു ക്ലാസ്സിന് 1 മാർക്ക് അപ്പോഴും ഞാൻ വിചാരിച്ചു 1 മാർക്കൊക്കെ ചുമ്മാ തരുന്നിട്ട് അയ്യേ എന്ന് പറഞ്ഞു വിടും. അപ്പോഴും പുള്ളി ടോണി മറ്റേ ഇലക്ട്രോണിക്സ് ആണ്. ഈ 1 മാർക്ക് നീ എങ്ങനെ ഇത്രയും വെച്ചിട്ട് 1 മാർക്ക് എങ്ങനെ കിട്ടി? ഇത് നീ കോപ്പി അടിച്ചതാണ്. 1 മാർക്ക് കളിയാക്കിയതാണ്. എന്തോ ഇത് നീ എന്ന് വെച്ചാൽ ഇത്രയും അറിഞ്ഞൂടാ, നീ 1 മാർക്ക്. എനിക്കതൊരു ഇത് വെച്ചിട്ട് പുള്ളിയുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് സർക്കാസ് ആയിട്ട് തോന്നിയില്ല. നമ്മള് സിനിമയിൽ നിന്ന് വ്യതിചലിച്ച് പോകും. നമ്മള് സിനിമയിൽ ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. സോ ഇതൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ എലമെന്റ്സ് ആണ്. പിന്നെ പിന്നെ വേറൊരു സാധനമുണ്ട് ഇതിനകത്ത്. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, അതിനകത്തുള്ള ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അത് ശ്രദ്ധിച്ചാൽ മതി. അത് മറ്റേ ഇതിലൊരു ഇതുകൊണ്ട് പറയില്ല, മറ്റേ ഇവന്റെ കൂടെ കൂട്ടുകൂടരുത് ആ ഒരു സംഭവം ഉണ്ടല്ലോ. അത് ആക്ച്വലി മറ്റേ ഈ CD പൊക്കിയ സമയത്ത് അതിന്റെ ആ ദിവസം തന്നെ അപ്പം ഞാനും അഖിലേഷും കൂടെ മറ്റേ ട്യൂഷന് പോകാൻ പോകണം. ട്യൂഷന് പോകുമ്പോ നമുക്കറിയാവുന്ന കാർത്തികല്ല, വേറൊരു കൂട്ടുകാരുണ്ട്. അപ്പൊ അവനെ വിളിച്ചു നോക്കാന്ന് പറഞ്ഞിട്ട് നമ്മള് വീട്ടിൽ നിന്ന് ഇടാം എന്തരായി കാണുമല്ലോ. വീട്ടിൽ വിളിച്ചപ്പോഴത്തേക്കും അവന്റെ അച്ഛൻ എടുത്തിട്ട് പറഞ്ഞു, നിന്റെ കൂടെയൊക്കെ വന്നിട്ടാണ് ഇത് പ്രശ്നമായത്, ഞാൻ വരില്ല. അപ്പോഴേ നമ്മൾ പറഞ്ഞുടാ പോയി. അങ്ങനെ കട്ട് ചെയ്താ ഇല്ല അവൻ പിന്നെ കിടിലായി. അങ്ങനെ ഇതേപോലൊക്കെ ഫ്രണ്ട്ഷിപ്പ് കട്ടായിട്ട് വന്നു. പുള്ളിയുടെ അച്ഛൻ നമ്മൾ ഈ ഇടയ്ക്ക് വെച്ച് കണ്ടായിരുന്നു, ഫ്രണ്ട്ലി, ഭയങ്കര ഫ്രണ്ട്ലി. അന്ന് ഈ ഒരു വിഷയത്തിൽ അന്ന് ചീട്ടറായിരുന്നു. അല്ല, അത് ടീച്ചർമാരും പറയോടാ, ഈ കൂട്ടുകെട്ടാണ് പ്രശ്നം എന്നുള്ളത് അവരിങ്ങനെ പറയും. ഈ കൂട്ടുകെട്ട് ഇതാണ് പ്രശ്നം. അവന്റെ പേര് പറഞ്ഞാടും അങ്ങനെ പറഞ്ഞ അപ്പൊ അവര് വിചാരിക്കും നല്ല മോനായിരുന്നു, അങ്ങനെ പറയോടാ. പിന്നെ ഒരു സ്ഥിരമായിട്ട് വേറെ കുറെ ഇങ്ങനെ PTA മീറ്റിങ്ങിനൊക്കെ വിളിച്ചിട്ട് കുറ്റവാളികളുണ്ട്. ഞാനൊന്നും കൊണ്ടുവരേ ഇല്ലായിരുന്നു, എന്നാലും പിന്നെ കേറ്റില്ല എന്നുള്ളൊരു അവസ്ഥയാകുമ്പോഴത്തേക്കും കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ വരും. അപ്പോഴും അവരായിട്ട് നാറ്റിക്കും. നമ്മൾ പറഞ്ഞാലും നമുക്ക് പ്രശ്നമില്ല. ഈ ഭയങ്കര വിഷമമാണ് സാധനമാണ് ഈ പാരന്റ്സിനെ വെച്ചിട്ട്. അവർക്ക് ഏതാണ്ട് ഭയങ്കര ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരിങ്ങനെ കേട്ടോണ്ടിരിക്കണം എന്ന് പറയണത്.
അവർക്ക് തിരിച്ചൊന്നും പറയാനും കാണും. കേട്ടോണ്ടിരിക്കണ മാത്രമല്ലടാ, അന്നത്തെ കാലത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫീസുമാണ്. അന്നത്തെ പൈസ വെച്ചിട്ട് നല്ല ഫീസാണ്. അന്ന് ഇതേപോലെ ഇത്രയും ഇൻകം ഒന്നും ആർക്കും ഇല്ല. അപ്പം നല്ല സ്ട്രഗിൾ ചെയ്തായിരിക്കും പഠിപ്പിക്കണത്. അപ്പൊ ഇത്രയും പൈസയൊക്കെ മുടക്കി ചിലപ്പോൾ 5000 രൂപ വരുമാനം കിട്ടണമെങ്കിൽ 3000 രൂപ അവിടെ പഠിപ്പിക്കാൻ വിട്ടിട്ട്, ഇത്രയും പഠിപ്പിക്കാൻ വിട്ടിട്ട് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും അവര് പല സാധനങ്ങൾ കട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ പഠിപ്പിക്കാൻ പറയണം. എന്നിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഇങ്ങനെ സാധനം കേൾക്കുമ്പോഴത്തേക്കും ഇത് കേൾക്കും. പിന്നെ അവർക്ക് തിരിച്ചു പറയാനും പക്ഷെ അത്ര രഞ്ജി പണിക്കർ പോലത്തെ ആൾക്കാരൊന്നും അല്ല. ഇത്തിരി ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കണക്കായിരിക്കും വീട്ടിൽ പറഞ്ഞു. എന്നിട്ട് എന്തൊക്കെ വിളിച്ചു പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ പഠിക്കാനാണ് വീട്ടിൽ വെച്ചാൽ നമ്മളെ സംസാരം ബഹളമാണ്, അടങ്ങിയിരിക്കില്ല, പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ, കളിയാണ്, ഒന്നും പഠിക്കൂല, അങ്ങനത്തെ ഇത് പറഞ്ഞു 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 ഒരു നല്ലതുപോലും പറയില്ല. എനിക്ക് പക്ഷെ അങ്ങനെ തോന്നുന്നു. എനിക്ക് മറ്റേ എവരെ വിഷമിപ്പിക്കാനാണിപ്പം എനിക്ക് ഭയങ്കര വിഷമം വരും. ഈ അച്ഛനും അമ്മയും കിടന്ന് ബുദ്ധിമുട്ടണതാണ്. പക്ഷെ വീട്ടില് വരുമ്പോ അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ അവർ പറയണതാണ്. അത് ഞാൻ അങ്ങനത്തെ രീതിയിൽ കാണും. അതിലെല്ലാം വേറെ ഒന്നുമില്ല. ഈ മൂട്ടി വെച്ച് കൊടുക്കണതാണ് എനിക്ക് ദേഷ്യം. അത് എല്ലാരും ഒന്നുമില്ലടാ. ചില ടീച്ചർമാരൊക്കെ ഭയങ്കര എല്ലാ ടീച്ചറും ഇല്ല. നമുക്കൊരു ഹിസ്റ്ററി ടീച്ചർ വസന്ത മേഡമൊക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര. പിന്നെ ഷീന മേഡം, അവർക്ക് റെയറാണ്. ഇതിനിടയ്ക്ക് റെയറാണ് ഇങ്ങനെയുള്ള കുറച്ച് പേരൊക്കെ കിട്ടുന്നത്. ജെയിംസ് ഫിസിക്സിലെ അഖില മേഡം, അവരൊക്കെ പേരെടുത്ത് ബാക്കിയുള്ള നല്ല ആൾക്കാരല്ലേ പേരെടുത്ത്. ശരിക്കും എനിക്ക് അങ്ങനെ ഓർമ്മ വന്ന ആൾക്കാരെ പേരെടുത്ത് പറയുന്നു. അപ്പം അവരൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും മറ്റേ ഈ മരുഭൂമിയിൽ ഇങ്ങനെ ചെറിയൊരു മഴ പെയ്യുന്ന പോലെ ഒരു ഇത് നടക്കുന്നു. ചിലത് പറയും ഇങ്ങനെ മറ്റേ കഴിവുള്ളവനാ ചെയ്യുന്നില്ല. അങ്ങനെ പറയുമ്പോ ദൈവത്തിനാണ് കാണുന്നത്. നമ്മളെ ഫ്രണ്ട് വെച്ചിട്ടായിരിക്കും ഇതൊക്കെ പറയണം. സന്തോഷം. നമ്മള് വീണ്ടും വ്യതിചലിച്ച് പോകുന്നുണ്ട്. നമ്മള് സിനിമയിലേക്ക് വീണ്ടും വരുമ്പോൾ ഇതിന് പിന്നീട് പറയുന്ന ഒരു മെയിൻ സംഭവം ഫ്രണ്ട്സ് എന്ന് പറയുന്ന സാധനം. ഫ്രണ്ട്ഷിപ്പ് അല്ലേ? രണ്ടാമത്തെ സാധനം ഡ്രഗ്സ് മറ്റേ ലിച്ചിപ്പൂരല്ലേ ഉള്ളൂ. അതൊരു സാധനം പക്ഷെ ഫ്രണ്ട്ഷിപ്പാണ് അതിന്റെ. ഈ വാഴയുടെ മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പാണ്. ഫ്രണ്ട്ഷിപ്പാണ് അതിന്റെ കോർ. പിന്നെ അതില് ഇതിനെ കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. ഇതില് എങ്ങനെ ഇൻഫ്ലുവൻസ് ആവാം, എന്തൊക്കെ സാധനങ്ങളുടെ ഒരു പ്രശ്നം എന്നുള്ള രീതിയിൽ അതും കൂടെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട്. പിന്നെ മറ്റേ ഇമോഷൻ ഫാദറും അത് നല്ല രീതിയിൽ വാഴ 1 കൂടുതലുണ്ട് ഫ്രണ്ട്ഷിപ്പിന്. അതില് വാഴ 1 സിബ്ലിങ്സ് ഇല്ലായിരുന്നു, പാരന്റ്സിന്റെ മാത്രം. ഇതില് പാരന്റ്സിന്റെയും സിബ്ലിങ്സിന്റെയും ഓരോ ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ്, മറ്റേ ബ്രദർ ടു ബ്രദറും ബ്രദർ സിസ്റ്ററും, അങ്ങനത്തെ ഒരു ബന്ധമില്ലാത്ത പാരന്റ്സും, ബന്ധമില്ലാത്ത എല്ലാ ഒരു അതെ അതെ എല്ലാ ടൈപ്പ് പാരന്റ്സിനെ ഇതില് മെൻഷൻ ചെയ്ത് അല്ല ഡ്രഗ്സ് ഇതില് മെയിൻ ആയിട്ട് ഒരു മെയിൻ ഏരിയ ഉണ്ട്. സാധാരണ ആൾക്കാർ ടച്ച് ചെയ്യാത്ത ഒരു സാധനമായിരുന്നു. എങ്ങനെ കുട്ടികൾ ഇതിലേക്ക് എത്തുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ബോധവൽക്കരണം പോലെ ചെയ്തിട്ടുണ്ട്. കുറച്ചുനേരം അങ്ങനെയാണ് പോയിട്ടുള്ളത്. അല്ല യൂഷ്വലി ഈ ബാക്ക് ബെഞ്ചേഴ്സിനെ സിനിമയിൽ കാണിക്കുന്ന ഭയങ്കര ഗ്ലോറിഫൈ ചെയ്ത് മാസ് മാത്രമേ ഇങ്ങനെ കാണിക്കുള്ളൂ. പക്ഷെ ഇതില് അവരനുഭവിക്കുന്ന ട്രോമാസ്, അവർ ചെന്നുപെടുന്ന പ്രശ്നങ്ങൾ, ആ സാധനങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട്. ആ ഒരു സാധനം റെലവെന്റ് ആണ്. അത് പ്രത്യേകിച്ച് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴത്തേക്കും ഫ്രസ്ട്രേറ്റ് ആയിരിക്കുമ്പോഴത്തേക്കും അത് യൂസ് ചെയ്ത് ഈ ഡ്രഗ്സ് കൊടുക്കണം. അത് ഒരുപാടുണ്ടെന്നാണ് പറയുന്നത്. റീസെന്റ് ഈ കടക്കാരൊക്കെ ഒരു തവണ ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് പിന്നെ ഇവരെ കാരിയേഴ്സ് ആക്കും. കാര്യം ഇവർക്ക് ഇത് വാങ്ങാൻ കാശ് വരില്ലല്ലോ. അപ്പം ഇവരെ കാരിയേഴ്സ് ആക്കി പറഞ്ഞ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു സാധനമൊക്കെ കറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതല്ല ഇപ്പൊ നടക്കുന്ന ഒരു സീരിയസ് ഇഷ്യൂ ആണ് ആ സംഭവം. ഇപ്പൊ നമ്മള് പണ്ടും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഈ മറ്റേ ജെൻസി കിഡ് ഇതാണോ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു പോഡ്കാസ്റ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഒരു ഫാക്ട് സാധനമാണ്. നമ്മുടെ സമയത്ത് എനിക്ക് തോന്നുന്നു അങ്ങനത്തെ രീതിയിൽ ഇത്രയും രീതിയിൽ ഒരു ഇൻഫ്ലുവൻസിങ് പവർ സിഗരറ്റോ അല്ലെങ്കിൽ മറ്റേ എന്തൊരു ബിയറോ സിഗരറ്റ് ഒക്കെ സിഗരറ്റ് കൈനി മറ്റേ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അന്നത്തെ സാധനം. ഞാൻ വെച്ചിട്ടില്ല. ആ സമയത്ത് അങ്ങനെയായിരുന്നു. ആദ്യമൊക്കെ എനിക്ക് എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഇങ്ങനെ പേപ്പറൊക്കെ ചുരുട്ടി വരയ്ക്കണായിട്ടാണ്. അല്ല അന്ന് എനിക്ക് സിനിമ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അന്ന് ഈ നായകന്മാര് സിഗരറ്റ് വലിക്കുന്നതിന്റെ ഒരു ഇത് കണ്ടിട്ട് പേപ്പറൊക്കെ ചുരുട്ടി വലിച്ചിട്ടാണ് ചിലവരൊക്കെ ഇങ്ങനെ
ക്ലാസിക് അല്ല ഇതിലേക്ക് തുടങ്ങുന്നത്. അല്ല, സിനിമയിൽ മാസ് സീനില് സിഗരറ്റ് വലിക്കുമായിരുന്നു, നോക്കിയാൽ മതി. അതൊക്കെ കണ്ടിട്ട് പേപ്പറൊക്കെ ചുറ്റി വലിക്കാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെ സിഗരറ്റ് എടുത്തിട്ട് കൗളിൽ വെച്ചിട്ട് എന്തോ പൗഡർ വെച്ചിട്ട് വലിച്ച കഥ എന്തോ പണ്ട് പറഞ്ഞിട്ടുണ്ട്. പൗഡർ വെച്ചിട്ടല്ല, അത് കാച്ചിലിന്റെ തണ്ട്. അത് എന്റെ കസിൻ ഇത് ഒരു നാടോടി നൃത്തമല്ലേ, ആട് പാമ്പേ, അതില് ആട് പാമ്പേ. അപ്പോഴതില് ചേച്ചിയെ ഇത് കൊത്തും, പാമ്പ് കൊത്തും, പാമ്പ് കൊത്തിട്ട് വീഴും. അപ്പോഴ് മറ്റേ രക്ഷിക്കാൻ വേണ്ടി പുള്ളി വരും നാടോടിയായിട്ട്, ഇങ്ങനെ മാസിൽ വന്നിട്ട് അതിലൊരു ഇതുണ്ട്, വലിക്കുന്ന ഒരു സാധനമുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാച്ചിലിന്റെ തണ്ട് വലിക്കുമ്പോഴ് നമ്മള് വലിക്കുമ്പോ പുക വരും, സാധാ സിഗരറ്റ് പോലെ തന്നെ ആയിരിക്കും. അവിടെ കാച്ചിലുണ്ടായിരുന്നു, കത്തിച്ച് വലിക്കും, കത്തിക്കും. കാച്ചിലിന്റെ ഉണങ്ങിയ തണ്ടെടുത്ത് കത്തിക്കും. എന്നിട്ട് അയ്യോ ആരും വലിക്കില്ല, നിങ്ങളൊരു സിനിമയൊക്കെ എടുക്കുകയാണ്, ഷോർട്ട് ഫിലിം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിഗരറ്റ് താല്പര്യമില്ലെങ്കിൽ ഇത് ട്യൂട്ടോറിയൽ ഡാൻസിന്റെ സാധനം എങ്ങനെ സിനിമയില് അതെടുത്ത്. അപ്പോഴേ ഇത് സംഭവം സാധാ പോലെ വലിച്ച ഊതും. അപ്പോഴേ ഞാൻ ഇങ്ങനെ വലിച്ചിട്ട് കണ്ട വീട്ടില് കണ്ടോ ഇത് കാണില്ല. അങ്ങനെ ഒരു സാധനം ഉണ്ട്, അത് ഇൻഫ്ലുവൻസ് ചെയ്യും. അതെ അതെ, അന്ന് ആ സമയത്ത് കുറെ സിനിമയിലൊക്കെ ഈ സംഭവം ഉണ്ടായിരുന്നു. പിന്നെ പിന്നീടാണ് എഴുത്തൊക്കെ തന്നത്, അത് കുറയ്ക്കുകയൊക്കെ ചെയ്തു. ഈ അടുത്തൊക്കെയാണ് കൂടുതലും. ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ആക്ച്വലി. ഇത്ര പെരിമീറ്ററിനകത്ത് ഉള്ള കടകളിൽ ഈ സാധനങ്ങൾ വിറ്റുകൊള്ളുന്നുണ്ട്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ റെയ്ഡ് ചെയ്ത് പിടിച്ചോണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമൊക്കെയാണ്. പക്ഷെ ഇപ്പോഴും വിൽക്കുന്നുണ്ട്. നമ്മൾ അന്ന് എവിടെ പോയപ്പോഴേ, മൂന്നാർ പോയതാ, അങ്ങനെ പോലീസ് വിൽക്കുന്നുണ്ട് അവിടെ. പക്ഷെ അവിടെ സാധനമൊക്കെ വിൽക്കുന്നുണ്ട് അവരല്ലാതെ, പോളിച്ചൊക്കെ വെക്കുന്നുണ്ട്. അങ്ങനെയുള്ള കടകൾ കണ്ടിട്ടുണ്ട്. അല്ല, പിന്നെ ആ സമയത്ത് ഇതൊക്കെ ഉപയോഗിക്കണം ഭയങ്കര മാസമായിട്ട്. ഇത് ഉപയോഗിക്കണവന്മാര് അല്ല, ആ ഏജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്യൂരിയോസിറ്റിയും പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഏജാണ് ഈ ഒരു ടീനേജ്. അപ്പം അതിൽ വീണു പോകും. ആരെങ്കിലും ഒരു സാധനം ട്രൈ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ട്രൈ ചെയ്യും. അതാണ് ഈ കടക്കാർ ഇവര് മെയിനായിട്ട് യൂസ് ചെയ്യണത് അതാണ്. പിന്നെ ഒരു കൂട്ടത്തില് ഒരാള് ചിലപ്പം ഇതുണ്ടെങ്കിൽ അവരുമായിട്ട് നല്ല കമ്പനി ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് കൊടുത്ത് ആ ഒരു സാധനം പെട്ടെന്ന് വരും. അങ്ങനെ ഒരു സാധനം ഉണ്ട്. പിന്നെ ആ സമയത്ത് മറ്റേ ഒരാളുടെ പ്രശ്നമല്ല, എല്ലാവരുടെയും ഒരുമിച്ചുള്ള ഒരു പ്രശ്നമാണ് ആ സമയത്ത്. അതുകൊണ്ട് ഒരു എല്ലാത്തിനും പോകുമ്പോ ഒരുമിച്ചാ പോകുന്നത്. അപ്പൊ ആ സാധനമൊക്കെ കണ്ടപ്പോ എനിക്ക് പഴയ ഇതൊക്കെ ഏണി പിടിക്കുമ്പോ ഒറ്റയ്ക്കല്ല, കൂട്ടത്തില് ഏതെങ്കിലും ഒരുത്ത ഏണി പിടിച്ചാൽ മതിയായിരിക്കും. ചിലപ്പോ ഇടിയൊക്കെ ഉണ്ടാവണേക്കെ ഇപ്പൊ നമ്മളെ കൂട്ടത്തിലല്ല, അല്ലാതെയും ചിലപ്പോ ഏതെങ്കിലും ഒരുത്തരായിരിക്കും പോയൊരു ഏണി എവിടെന്നെങ്കിലും എടുത്തുകൊണ്ട് വരണം. ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷെ അവസാനം കിട്ടുമ്പോഴത്തേക്കും എല്ലാത്തിനും കിട്ടും ഇടികളൊക്കെ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്ക് മറ്റേ വിഘ്നേഷ്, അഖിലേഷ്, കാർത്തിക് ഉണ്ടായിരുന്നു, ഞാൻ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ നല്ലപോലെ എണ്ണി പിടിക്കുമായിരുന്നു. അതെ. ഡ്രഗ്സിന്റെ കാര്യം പറയുമ്പോഴേ ഈ സിനിമയിൽ അത് പ്രസന്റ് ചെയ്തിരിക്കണ കുറച്ചും കൂടെ ബോധവൽക്കരിക്കുന്ന രീതിയിലാണ് പ്രസന്റ് ചെയ്തിരിക്കണം. പിന്നെ കളിക്കാൻ ഈ ഗ്രൗണ്ടിന്റെ കാര്യമൊക്കെ പരാമർശിക്കുന്നുണ്ട്. മൊത്തത്തില് എന്തുകൊണ്ടാണ് കുട്ടികൾ ഇതിലേക്ക് അതൊരു സിനിമാറ്റിക് രീതിയിലല്ലേ പോകുന്നത്. എനിക്ക് ഫോഴ്സ്ഡ് പോലെ അത് കുറച്ച് മറ്റേ അൽഫോൺസ് പുത്ര മരുന്ന ഏരിയയില് മെസ്സേജ് കൊടുക്കാനായിട്ട് വരുന്ന മെസ്സേജ് തന്നെയാണ്. സംസാരിക്കുന്ന ഓരോ സാധനങ്ങളും മെസ്സേജ് മറ്റേ എഴുതി വെച്ചത് പറയുന്നത്. അല്ല, അത് കാണിച്ചില്ലെങ്കിൽ സിനിമ വർക്കാവും. ഇതൊരു മെസ്സേജിന് വേണ്ടി ചെയ്തതാണ്, മനഃപൂർവ്വം ചെയ്തതാണ്. എന്നുവെച്ചാൽ അതിൽ പറയുന്നുണ്ട് എന്തുകൊണ്ട് കുട്ടികൾ ഇങ്ങോട്ട് ഇതിലോട്ട് പോകുന്നു എന്നുള്ളതിന്റെ ഒരു കാര്യമൊക്കെ വെച്ചിട്ടാണ് പറയുന്നത്. എനർജി ചാനലൈസ് ചെയ്യാൻ വേറെ ഒന്നുമില്ല, അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ആൾക്കാര് നല്ലോണം സംസാരിക്കുന്നില്ല, ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നില്ല, വീട്ടുകാർ ശ്രദ്ധിക്കുന്നില്ല, അങ്ങനെ രീതിയിലുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല, കളിക്കാനുള്ള സ്ഥലങ്ങളില്ല. പക്ഷെ ഇപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുക്കാനെങ്കിലും അത് ആ ഒരു ഇത് പോലും, ആ ഒരു കണക്ഷൻ പോലും അവർക്ക് ഇല്ല. അതൊക്കെയാണ് പ്രശ്നം. ഈ ഇപ്പം ഡ്രഗ്സിന്റെ ആണെങ്കിൽ എന്തെങ്കിലും ഈ സാധനങ്ങൾ ഉപയോഗിച്ചാൽ എന്താണ് സംഭവം, ഇതൊക്കെ ആൾക്കാർ ഫസ്റ്റ് ടൈം ഉപയോഗിക്കണം അതിനാണല്ലോ. എന്തായിരിക്കും സംഭവിക്കണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണല്ലോ, ക്യൂരിയോസിറ്റിയുടെ പുറത്താണ്. അതെ, ചിലപ്പോൾ അച്ഛനും അമ്മ അല്ലെങ്കിൽ വേറെ ആൾക്കാരെക്കാളും കൂടുതൽ കണക്ഷൻ ഉള്ളത് ഇങ്ങനെയുള്ള ഒരാളായിരിക്കും. അപ്പൊ അവരായിരിക്കും ചിലപ്പോൾ മാസമായിട്ട് കാണുക, അപ്പൊ അവരായിരിക്കും ഇത് ഇൻഫ്ലുവൻസ് ആയിട്ട് കൊടുക്കണം. ഇതിലും പറയുന്നുണ്ട്, ഇത് വേറൊരു സാധനം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ആദ്യമേ ഹൈപ്പ് കയറ്റുമല്ലോ. അവന്മാർക്ക് ഹൈപ്പ് ഒക്കെ കൊടുത്തിട്ടല്ലേ ഈ സാധനം കൊടുക്കുന്നത്. അപ്പൊ
ക്യൂരിയോസിറ്റി കൂടെയല്ലേ ഈ അനാവശ്യം. അല്ല അതിൽ ആ പോയിന്റിൽ കടക്കാരൻ ആ ഒരു ടൈമിൽ കൊടുക്കുന്നില്ല. ഫസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ട് ഒന്ന് ഹൈപ്പ് കയറ്റി വെക്കണേ ഉള്ളൂ. വലിയൊരു സാധനം വരുമ്പോഴാണ് കൊടുക്കുന്നത്. അത് കാശൊന്നും ഇല്ലാതെ തന്നെ ഫസ്റ്റ് ട്രയൽ ഡോസ് ഒക്കെ കൊടുക്കുന്ന ഒരു സാധനം, അങ്ങനെ ഒരു സാധനം ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പം അതിൽ കാണിക്കുന്നുണ്ട്, കറക്റ്റായിട്ട് ആ സാധനം കാണിക്കുന്നുണ്ട്, അതിലൊരു ബോധവൽക്കരണം പോലെ കൊടുത്ത്. പിന്നെ ഈ മറ്റേ ഡ്രഗ് കേസിനൊക്കെ ഇങ്ങനെ പൊക്കുമ്പോഴത്തേക്കും മറ്റേ ഈ ഹാഷിർ അവന്റെ അനിയന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്ന സീനൊക്കെ ഉണ്ടല്ലോ. ഈ ഒരു തവണ പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഒരു 4-5 വർഷമെങ്കിലും എടുത്താല് അത് കുറച്ചെങ്കിലും മാറുമെന്ന് പറഞ്ഞാണ്. അതൊരു ഉള്ള കാര്യമാണ്. ഇത് ഒരു എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി പിന്നെ അവനെപ്പറ്റി നാട്ടിൽ ആ ഏരിയയിലെ ഫുൾ കഞ്ചാവ് അവനായിരിക്കും കൃഷി നടത്തണം, അങ്ങനത്തെ രീതിയിൽ അവര് പറയും. പിന്നെ അവന് ആ ഒരു ഓപ്ഷനെ കാണുള്ളൂ, അങ്ങനത്തെ രീതിയിലാക്കും. മറ്റേ കഞ്ചാവ് വിറ്റാൽ മാത്രമേ അവന് ജോലി അവന് ജീവിക്കാൻ പറ്റൂ എന്നുള്ള രീതിയിലേക്ക് അവരങ്ങനെ കൊണ്ടുവിടും. മൊത്തത്തിൽ ആ പേരങ്ങ് വീഴും, കഞ്ചാവാണെന്നുള്ള ഒരു പേര് വീഴും. പേര് വീണ് കഴിഞ്ഞാൽ പാടി തന്നെ, പേര് വീണ് കഴിഞ്ഞാൽ പാട് തന്നെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ചെറിയ പ്രായത്തിലുള്ള പിള്ളേരേക്ക് ഇങ്ങനെ പേര് വിളിക്കണേക്കാട്ടെ ഇവരെ ഇങ്ങനെ ഒരു മുൻവിധിയോടെ കാണാതെ മുൻവിധിയോടെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ അവർക്ക് ആ ഒരു ഓപ്ഷൻ അല്ലേ ഉള്ളൂ. ബാക്കി ഇപ്പൊ വേറെ എവിടെ പോയാലും അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോയാലും അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു പരിപാടി എന്തെങ്കിലും ചെയ്താൽ പോലും അതിന് ഈ രീതിയിൽ ആൾക്കാർ കാണും. അത് ഈ പ്രായം കൂടെ നോക്കാതെയാണ് ചിലര് വിധി എഴുതണം. പിന്നീട് എന്തെങ്കിലും ചെയ്താലും പറയും അവൻ പണ്ട് കഞ്ചാവ്, അങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾ തന്നെ കേൾക്കും. ശ്രദ്ധിച്ചാൽ മതി, ഏതെങ്കിലും ആരെങ്കിലും നന്നായി കഴിഞ്ഞാൽ തന്നെ പറയും അത് പോവില്ല, അങ്ങനെ ഞാനൊന്നും പോകില്ല. ഈ ആൾക്കാരൊക്കെ ചത്ത് മണ്ണടിഞ്ഞാലേ പിന്നെ അത് പോവുള്ളൂ. പക്ഷെ ഈ കേട്ടിട്ടുള്ള അതൊരു സാധനം ഉണ്ട് കേട്ടോ. അതിപ്പം ഇവിടെ നിന്നുള്ള മൈഗ്രേഷന്റെ ഒരു കാരണം ഇതും കൂടിയാണ്. അതായത് ഇവിടുന്ന് നാട് വിട്ട് പോയി കഴിഞ്ഞാൽ ഈ നാട്ടുകാരുടെ സോഷ്യൽ നിന്ന് ഒരു എസ്കേപ്പും കൂടിയാണ് ഒരു തരത്തിൽ. പലർക്കും ഒരു സെക്കൻഡ് ഐഡന്റിറ്റിയാണ് ഈ പുറത്തു പോകുന്നതെന്ന് പറയുന്നത്. എല്ലാവരും അല്ല, ചിലർക്കൊക്കെ സെക്കൻഡ് ഐഡന്റിറ്റിയാണ്. നാട്ടില് ഭയങ്കര ചിലപ്പോൾ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കും ആൾക്കാരുടെ ട്രോമ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പൊ ഒരു സെക്കൻഡ് ലൈഫിനായിട്ട് ഈ സിനിമയിലും ഏകദേശം അതുപോലെ തന്നെയാണ് ഇവര് പുറത്തു പോകാന്നുള്ള ഒരു പ്ലാൻ കൊണ്ടുവരുന്നത്. അല്ല, അത്രയും ഇന്റൻസിറ്റി ഇല്ലെങ്കിലും ചിലരൊക്കെ ഭയങ്കര ചൊറിയായിരിക്കും. ഈ ഫാമിലി പിന്നെ ബന്ധുക്കള് അങ്ങനെയുള്ളവരും ഒന്ന് പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കും പോണത്, അല്ലാതെ ഫിനാൻഷ്യലി സെറ്റ് ആവാൻ വേണ്ടി മാത്രമായിരിക്കില്ല. ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണ ആൾക്കാർ ഒരുപാടുണ്ട്. അതൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ ഫ്രണ്ട്സ് ആയിരുന്നിട്ട് പെട്ടെന്ന് ഈ +2 കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര പാടാണ് സത്യം പറഞ്ഞാൽ. കോളേജിലോട്ട് പോകുമ്പോഴത്തേക്കും പുതിയ ഫ്രണ്ട്സ്, ബാക്കിയുള്ളവരെ മറ്റേ അത് ഭയങ്കര പ്രശ്നമാണ് സത്യം പറഞ്ഞാൽ. അതൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് അല്ലേ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് സ്പ്ലിറ്റ് ആവുന്ന സാധനം. അങ്ങനെ എല്ലാവരും ഒന്നും എനിക്ക് തോന്നുന്നില്ല സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സ് ആവൂല പെട്ടെന്ന്, അങ്ങനെ എല്ലാവരും സിങ്ക് ആവൂല. പക്ഷെ എന്നാലും കോളേജിൽ പോകുമ്പോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആദ്യത്തെ ഒരു സ്റ്റാർട്ടിംഗ് ഒരു ടൈം കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇതില് പിന്നെ ഈ ജോലിക്ക് പോകുമ്പോ ഉണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ, അത് സത്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം ഈ ജോലിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് ചിലപ്പോ അത്ര അങ്ങനെ പിടിക്കൂല. പിന്നെ അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഇതുണ്ട്. പക്ഷെ നമ്മള് വളർന്നു വരുന്ന സമയത്തുള്ള ഫ്രണ്ട്ഷിപ്പ് പോലെ ആയിരിക്കുമല്ലോ ജോലിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്. അത് വേറെ ഒരു സാധനം. എനിക്ക് പക്ഷേ ജോലിയിൽ കുറെ നല്ല ഫ്രണ്ട്സ് എനിക്ക് കുറെ ഉണ്ട്. എനിക്ക് എപ്പോഴും ഞാൻ ജോലിക്ക് പോയ സമയത്തൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇങ്ങനെ നമ്മളൊരു ഫ്രീ സോണിലിരുന്ന് സംസാരിക്കുന്ന പോലെ അവിടെ പോയി സംസാരിക്കാൻ പറ്റൂല. അവര് കുറച്ച് അവര് വേറൊരു ലൈഫ് സ്റ്റൈൽ, വേറൊരു രീതിയിലൊക്കെയാണ്. നമുക്ക് 4 പേർക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയാം, നമ്മളെ പറ്റി കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാം. ഫിറ്റിനാവാത്ത പോലെ തോന്നുന്നു, ഫിറ്റിനാവാത്ത പോലെയൊക്കെ തോന്നും. സ്കൂളിൽ ഒരുപാട് പേരുള്ളപ്പോ നമുക്ക് നമ്മുടെ ഇതിനനുസരിച്ചിട്ടുള്ള ആൾക്കാരെ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഓഫീസിലൊക്കെ പോകുമ്പോൾ ആളെണ്ണം കുറവല്ലേ അപ്പോഴും. പിന്നെ അവർക്ക് അത് ജോലി ഉണ്ടല്ലോ, അവര് ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് അപ്പൊ അവര് ജോലി എന്നുള്ള സാധനം തന്നെയാണ് നോക്കുന്നത്. പിന്നെ അവര് അങ്ങനെ മൈൻഡ് ചെയ്യൂല. പിന്നെ ഈ സിനിമയിൽ പുറത്തു പോണത് കുറച്ചും കൂടെ റിയലിസ്റ്റിക് റോ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്.
സാധാരണ UK പോണ ആ ഒരു ഇതിലല്ല Glamour ഒക്കെ മാറ്റി. ഗ്ലാമർ ഇല്ല. ഇത് കണ്ടാ പോണോന്ന് വിചാരിക്കുന്നവരൊന്ന് തോന്നും. അത് അതിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു മറ്റേ NHSന്റെ ഒക്കെ സാധനം ഇട്ടതെന്ന് തോന്നുന്നു. സർക്കാർ ഫണ്ട് ചെയ്തിട്ടുണ്ടാകും. പനിയുടെ സാധനം എനിക്ക് അതിന് വേണ്ടിട്ട് അല്ല, അങ്ങനൊരു സാധനം ഉണ്ട്. അതായത് ഇവിടെ പോകുമ്പോലെ പെട്ടെന്ന് മെഡിക്കൽ സ്റ്റോറിൽ പോയി സാധനം വാങ്ങാനോ കിട്ടൂല, പാരസെറ്റമോൾ വാങ്ങാൻ പറ്റൂല, പ്രിസ്ക്രിപ്ഷൻ വേണം, പാരസെറ്റമോൾ വാങ്ങാനോ അല്ലെങ്കിൽ പെട്ടെന്ന് കയറി ഹോസ്പിറ്റൽ ക്ലിനിക്കിൽ പോയിട്ട് കാണിക്കാനോ ഒന്നും പറ്റൂല. ചാവാൻ കിടന്നാലേ വന്നെടുക്കുള്ളൂ. പിന്നെ ജോലിയുടെ സ്ട്രഗിള്, അതും ഇവിടെ ഇരുന്ന് പറഞ്ഞ കഥകളൊക്കെ എനിക്ക് അവിടെ ഓർമ്മ വന്നു. ഇങ്ങനെ ഓരോ സ്ഥലത്ത് സത്യം പറഞ്ഞാൽ വിഘ്നേഷിന് അത് ഫോർച്യുനേറ്റ് ആണെന്നേ പറയും. അതിനെക്കാട്ടി സ്ട്രഗിൾ ചെയ്യുന്ന കുറെ പേര് ഇപ്പൊ UK ആണെങ്കിൽ ഈ സമയത്തൊക്കെ ഭയങ്കര പാടാ ജോലി കിട്ടാനൊക്കെ. ജോലി കിട്ടാത്തത് ഇല്ലീഗലായിട്ട് ജോലി ചെയ്യേണ്ടി വരുന്നത്. ഇല്ലീഗലായിട്ട് ജോലി ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാവും. അതൊന്നും പുറത്തു പറയാനും പറ്റൂല. മറ്റേ കറക്റ്റായിട്ട് നമ്മൾ സാലറി മേടിച്ച് ടൈം ലീഗലായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്തെങ്കിലും റേസ് ചെയ്യാം. ഇത് റേസ് ചെയ്യാൻ പോലും പറ്റൂല. കാര്യം പിടിച്ചു കഴിഞ്ഞാൽ അവന്മാർ പിടിച്ച് ഡീപ്പോർട്ടും ചെയ്യുമല്ലോ. അത് അവന്മാർ മാക്സിമം ഈ യൂട്ടിലൈസും ചെയ്യും, കൂടുതൽ പണി എടുപ്പിക്കും, അല്ലെങ്കിൽ അടിമക്കണ്ണ പോലെ നിന്ന് പണിയെടുക്കേണ്ടി വരും. അല്ല, ആ ക്ലാസ്സിലെ സീൻ ഉണ്ടല്ലോ, ഒരു ക്ലാസ്സിൽ വരുമ്പോഴ് മലയാളികൾ ഫുള്ളും സാധാരണ നമ്മളിവിടെ മറ്റേ കോച്ചിങ്ങിനും എല്ലാം പോകുമ്പോ ഉള്ള സാധനം തന്നെ. PSC കോച്ചിങ്ങിനൊക്കെ പോകുമ്പോ ചിലപ്പോ സിനിമയ്ക്ക് വേണ്ടി ഒന്നും അങ്ങനെ കാണിച്ചായിരിക്കും. അല്ല, പുറത്തു പോണവര് മിക്കവരും പോണത് ഇന്റർനാഷണൽ എക്സ്പോഷർ കിട്ടാനാണ്. പക്ഷെ ഇന്റർനാഷണൽ രാജ്യം മാത്രമേ ഉള്ളൂ ക്ലാസ്സിൽ മിക്കയിടത്തും ഇങ്ങനെയാണെന്നാണ് പൊതുവെ. അങ്ങനെ വിചാരിച്ചേ, നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ. സിനിമയ്ക്ക് വേണ്ടി ഇനി അവര് ഇത്തിരി എക്സാഗ്രേറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കിയതായിരിക്കും, സർക്കാസ്റ്റിക്കലി ആക്കിയതായിരിക്കും എന്നൊരു ഇതുണ്ട്. അല്ല, പക്ഷെ നല്ല ടോപ്പ് കോളേജുകളിൽ പോകുകയാണെങ്കിൽ ഓക്കെ, ഒരു അങ്ങനെ ഒരു സാധനം കിട്ടും, നല്ല കിഡിലായിട്ട് കിട്ടും. പക്ഷെ അല്ലാതെ ഈ അവിടെ എത്താൻ വേണ്ടിയിട്ടാണ് കുറെ പേര് കോഴ്സ് എടുക്കുന്നത്. അവരെന്താണെന്ന് ഏത് കോളേജ് കാണിക്കുമല്ലോ, അങ്ങനെയുള്ളിടത്തൊക്കെ ഇത് തന്നെ ആയിരിക്കും. അവർ മെയിൻ ആയിട്ട് ഈ പുറത്തുള്ളവരെ ടാർഗറ്റ് ചെയ്ത് ആ പൈസ പിടിച്ചു വാങ്ങിച്ച് ബിസിനസ് നടത്തി കൊണ്ടുപോകാന്നുള്ളൊരു സാധനമേ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു കൂടുതൽ പോകുന്നവർക്ക് അവിടെ എത്തിപ്പെടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പൊ പഠിച്ച് പാസ്സായി ഇതുകൊണ്ട് അവർക്കൊരു ജോലി മേടിക്കാം എന്നുള്ളൊരു വ്യാമോഹം, ജോലിയൊക്കെ ചെയ്ത്. അതെ അതെ, അങ്ങനത്തെ ഞാൻ പറഞ്ഞില്ല, സെക്കൻഡ് ലൈഫാണ്. കുറെ പേർക്കൊക്കെ ഇതൊരു സെക്കൻഡ് ലൈഫാണ്. നാട്ടിൽ നിൽക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിന്റെ ഒരു സ്ട്രഗിളൊക്കെ കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ നാട്ടിലുള്ളവർ വിചാരിക്കണം അവിടെ പോയൊരു സെറ്റപ്പ് ആണെന്നായിരിക്കും വിചാരിക്കുന്നത്. അവർ വിളിക്കുകയൊന്നുമില്ല. കാര്യം വിളിക്കാൻ സത്യം പറഞ്ഞാൽ അവർക്ക് സമയം കിട്ടൂലേ. അവർക്ക് ജോലിക്ക് പോയിട്ട് തിരിച്ചു വന്ന് പഠിച്ച് അല്ലെങ്കിൽ അസൈൻമെന്റ് ഒക്കെ എഴുതി പിന്നെ കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അടുത്ത ഷിഫ്റ്റ് തുടങ്ങും. അപ്പൊ പിന്നെ അപ്പോഴത്തേക്കും ടൈമിംഗ് മാറുമല്ലോ, അതായത് അവിടുത്തെ ടൈം സോണും മാറും. അപ്പം ഇത് കട്ടാവുകയൊക്കെ ചെയ്യും. കുറെ ഫ്രണ്ട്ഷിപ്പൊക്കെ കട്ടാവും. അവർ വിചാരിക്കണം അവരവിടെ പോയി മറന്നതാണെന്ന്. മറക്കണല്ല, അവർക്ക് ഓർക്കാൻ പോലും അവരെ തന്നെ ഓർമ്മ കാണൂലായിരിക്കും. അവർക്ക് സർവൈവ് ചെയ്യാൻ അതങ്ങ് മറന്നു പോകും. പിന്നെ അല്ല, ഞാൻ കേട്ടിട്ടുണ്ട് ഈ സർവേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സർവൈവലാണ് മെയിൻ. പിന്നെ ഇതുപോലത്തെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും കിട്ടൂല. പിന്നെ ഇപ്പൊ നമുക്ക് ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം എന്നുണ്ടെങ്കിൽ ആരെങ്കിലും വിളിക്കാമല്ലോ. ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ ചുമ്മാ ഇരിക്കുമ്പോഴത്തേക്കും ഒരു ചായ കുടിക്കാൻ വിളിച്ചാൽ അതിൻ്റെ 5 പേരെങ്കിലും വിളിച്ചാൽ ഒരാളെങ്കിലും വരും ചായ കുടിക്കാൻ. നമുക്കൊരു സോഷ്യലൈസിങ് കിട്ടും. പക്ഷെ അവിടെ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ല. അപ്പം ഡിപ്രഷനും ഒരുപാട് വരുമെന്നാണ് കേട്ടിട്ടുള്ളത് പുറത്ത് പോകുമ്പോഴത്തേക്കും. നല്ല ഫ്രണ്ട്ഷിപ്പും അല്ലെങ്കിൽ നല്ല ഇതും ഇല്ലെന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. അല്ല, അത് ഈ സിനിമയിൽ അടിപൊളിയായിട്ട് റോ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അവരുടെ ഒരു ലൈഫ് ഉണ്ടല്ലോ. ഇപ്പം ദുബായിൽ പോണതായാലും അവര് നല്ല മറ്റേ ഇതായിട്ട് കാണിച്ചിട്ടുണ്ട്. അവിടുത്തെ ഒരു സ്ട്രഗിള് അവരെ ബുദ്ധിമുട്ടിങ് അടിക്കും. അതായത് ഈ ഒരു റൂമിലാണെങ്കിൽ 10 പേര് അടക്കും. ദുബായിലെ സാധനമാണ് എനിക്ക് കുറച്ചുകൂടെ റിലേറ്റബിൾ. ഞാൻ പോയി അല്ല, ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ചുകൂടെ ഹാർഡ്ഷിപ്പ് ആയിട്ട് തോന്നിയത് ആ ദുബായിലെ ഒരു സാധനമാണ്. കാരണം ആ വെയിലത്ത് നിന്ന് പണിയെടുക്കണതും മറ്റേ പുള്ളി ഇതൊന്നും വിചാരിച്ചിട്ടല്ലല്ലോ പോണത്. ദുബായ് എന്നുള്ള സാധനം കണ്ടിട്ടല്ലേ പോകുന്നത്. മറ്റേ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞ് ഇവിടെ വരണ്ടെന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് ഒരു ഇതിൽ കയറി പോയതാ. പക്ഷെ ദുബായിലെ ചൂട് ഇങ്ങനെ വെയിലത്ത് നിന്ന് പണിയെടുക്കണത് ശരി ചിലർ കാര്യമല്ല. അല്ലല്ല, പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ ലക്ഷറി ആയിട്ടാണ് വീട്ടിൽ ഒരു റൂമൊക്കെ അല്ലേ നമ്മൾ നിൽക്കണം. അപ്പൊ പ്രൈവസി അറ്റ് ഇറ്റ്സ് പീക്കാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഒരു റൂമിനകത്ത് ഡോർമെറ്ററി സെറ്റപ്പിൽ ഒരു 10 പേരെ കിടക്കുമ്പോഴേ നമുക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. അഡ്ജസ്റ്റ് ചെയ്യാൻ ചിലപ്പം ആദ്യമൊക്കെ കുറച്ച് പാടായിരിക്കും, ഭയങ്കര പാടായിരിക്കും. അപ്പൊ അതൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതില് പിന്നെ ഒരെണ്ണം വാഴ 1 ഭയങ്കരമായിട്ട് വ്യത്യാസമുള്ളത് ഈ
സിബ്ലിങ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഭയങ്കര കിടിലായിട്ട് കാണിച്ചിട്ടുണ്ട്. ഈ സിബ്ലിങ്സുമായിട്ട് എല്ലാവർക്കും നല്ല റിലേഷൻഷിപ്പ് അല്ലെന്നല്ല എന്നുവെച്ചാൽ ആ ഒരു ഇത് ഭയങ്കര ബോണ്ട് ഉണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കുന്ന സാധനമൊക്കെ ഭയങ്കര പാടാണ്, സംസാരിക്കണേക്കെ. അത് ശരിയാ. ശ്രീകാന്ത് ഇല്ലേ, ശ്രീകാന്ത് കൊച്ചിലേക്ക് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ അമ്പുവിന്റെ സ്കൂട്ടറിലല്ലോ ഓട്ടോ വരും, നീലകണ്ഠ വിദ്യാലയത്തിലെ എനിക്ക് ഓർമ്മ ഉണ്ട്. അപ്പോഴ് ശ്രീകാന്ത് കൊച്ചായിരുന്നു, ശ്രീകാന്ത് നീ സ്നേഹപ്രകടന. ഞാൻ ഇങ്ങനെ വിചാരിക്കും നമ്മളെ വീട്ടിലൊന്നും ഇങ്ങനെ അല്ലല്ലോ, അങ്ങനെ ഈ സഹോദരങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടോ? ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. ആ പിക്ചർ തന്നെ ഇട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓട്ടോയിൽ എന്തോ ഇവരെ ഇറക്കിയിട്ട് ഇവിടെ ഇറക്കി ഈ കുറച്ച് കുട്ടികളെ നമ്മളെ സ്കൂളിൽ ഇറക്കിയിട്ട് അവര് പോകും. അപ്പോഴും ഇവൻ ഫ്രണ്ടിൽ കൊച്ചു കുട്ടിയല്ലേ, 9 വയസ്സിന്റെ ഡിഫറൻറ്റ്, അപ്പോഴും കൊച്ചു കുട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കണം. അപ്പോഴും നല്ല കൊച്ചു. അപ്പോഴും ചേച്ചിയായിട്ട് എത്ര വയസ്സിന്റെ ഡിഫറൻസ്? 2 വയസ്സ്. പിന്നെ എന്നെ ഇങ്ങനെ ആക്കാൻ പോയി ഇങ്ങനെ ആക്കണ സമയത്ത് ചേച്ചിക്ക് 2 വയസ്സുള്ളപ്പോ ചേച്ചി പിച്ച വയ്ക്കലേ ഉള്ളൂ. എന്റെ ചേച്ചി ഞാനുമായിട്ട് 8 വയസ്സിന് ഡിഫറൻസ് ഉണ്ട്. അപ്പം എനിക്ക് ഞാൻ ജനിച്ച സമയത്ത് തൊട്ട് ചേച്ചി തന്നെയാണ് കൂടുതൽ കെയർ ചെയ്തിട്ടുള്ളത്. ചേച്ചി അമ്മൂമ്മയൊക്കെ തന്നെയാണ് എന്നെ കൂടുതൽ കെയർ ചെയ്തിട്ടുള്ളത്. അത് ഏജ് ഗ്യാപ്പിന്റെ ഒരു ഇതുണ്ട്. ഏജ് ഗ്യാപ്പിന്റെ ഒരു സാധനം. അല്ലാതെ ഈ അത്ര ഏജ് ഗ്യാപ്പ് ഇല്ലാത്തവർക്കും ഒത്തിരി ഇതുണ്ടായിരുന്നു. അല്ലടാ, ഏജ് ഗ്യാപ്പ് കുറയുമ്പോഴേ ചിലപ്പോ രണ്ടുപേരും സെയിം ഏജ് ആയിട്ട് കൂട്ടോടാ. 2 വയസ്സോ 1 വയസ്സോ ഒക്കെ ആണെങ്കിൽ വലിയ ഇതായിട്ട് വരൂല. നീ അത് വിഷമിക്കരുത്. നിന്റെ ചേച്ചിക്ക് നമ്മള് ഇതിൽ കാണിക്കുക ഹാഷറും അനിയനും പോലെയായിരുന്നു, എപ്പോഴും അടിപിടിയായിരുന്നു. എനിക്ക് ഇത് കിട്ടിയിട്ടില്ല. എന്റെ ഒരു ചുറ്റുപാടും എന്ന് പറഞ്ഞാൽ കസിന്റെ ഇതായാലും അവരുടെ ഇതായാലും മൊത്തത്തിൽ അടി ആണ്. ഞാൻ അന്ന് കൺസീവ് ചെയ്തത് അടിയാണ്. ഈ സഹോദരങ്ങൾ തമ്മില് അടി എന്നുള്ള സാധനം കെയർ കണ്ടപ്പോ ഒരു അത്ഭുതം. എനിക്ക് പുതിയ സംഭവമാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്റെ ഒരു ഇതില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏറ്റവും കൂടുതൽ എനിക്ക് അച്ഛൻ്റെ നിന്നൊക്കെ അടി കിട്ടിയിട്ടുള്ളത് ഈ അടിയുടെ ഇതാണ്. എന്ന് വെച്ചാൽ നമ്മൾ തമ്മില് ചേച്ചി ഞാനുമായിട്ട് അടി കൂടുമ്പോഴ് ഉള്ള സാധനം അമ്മ ഇങ്ങനെ വെച്ചേക്കും. അപ്പൊ അന്ന് ആ ടൈമില് എന്റെ അച്ഛന് കട ഉണ്ടായിരുന്നു. അപ്പോഴ് രാത്രി ആയിരിക്കും വരുന്നത്. അപ്പോഴ് അടി കൂടി നല്ല പ്രശ്നമാകുമ്പോഴും അമ്മ വരട്ട് പറഞ്ഞു കൊടുക്കുമെന്ന് പറയും. പറയില്ലേ പ്ലീസ് എന്ന് പറയും. ഇപ്പൊ കൊറേ നല്ല ചേച്ചിയൊക്കെ നല്ല ഇതായിട്ട് പറയില്ലേ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് കെഞ്ചു. എങ്കിൽ ഈ ടൈമിൽ അങ്ങ് വിട്ടേക്കാം. എന്നിട്ട് വരുമ്പോ അപ്പ തന്നെ പറഞ്ഞു കൊടുക്കും. ബുദ്ധിയാണ്, നേരത്തെ കിടന്ന് ഉറങ്ങണം. അമ്മ അടിക്കൂല. എനിക്ക് അമ്മ മാത്രമേ എന്റെ അച്ഛൻ ഫ്രണ്ട്ലിയാ. പക്ഷെ ഈ ഒരു ഭയങ്കര പ്രശ്നമാകുമ്പോഴ് നിയന്ത്രിക്കാൻ വേണ്ടി അടിക്കും. പക്ഷെ ഡെയിലി പ്രശ്നമാവുന്നത് ഡെയിലി നിയന്ത്രിക്കുമെന്ന്. എന്നെ അച്ഛൻ ഇതുവരെ അടിച്ചിട്ടില്ല. അച്ഛൻ ഗൾഫിലായിരുന്നോണ്ട് ആ സമയത്ത് അമ്മയായിരുന്നു. എന്നെ ആരും അടിച്ചിട്ടില്ല. ഇടിയുടെ നിന്നെ ആരടാ പൊന്നു പോലെ അടിക്കുന്നത്? എന്റെ മോഹം കണ്ട് അടിക്കാൻ തോന്നുന്നില്ല. മാസ്ക് ഇട്ടിട്ട് നീ ചെയ്യണ പ്രവർത്തികളൊന്നും ചെയ്ത് കാണിച്ചേ അപ്പ കിട്ടും. നീ വെറുതെ അത് കിട്ടും. എനിക്ക് എന്നെയും അച്ഛൻ അടിച്ചിട്ടില്ല. കാര്യം അടിക്കാൻ ഒരു സ്ഥലത്തില്ലാത്തോണ്ട്. കാര്യം അവര് 1 മാസമൊക്കെ കാണുള്ളൂ വരുമ്പം. അപ്പൊ ആ സമയത്ത് വെറുപ്പിക്കണ്ടെന്ന് വെച്ചിട്ടായിരിക്കും അടിക്കാറില്ലായിരുന്നു. അപ്പോഴേ ഇങ്ങനെ പറഞ്ഞിട്ട് കസിൻ എന്റെ അപ്പച്ചിയുടെ മക്കളൊക്കെ വരും. അപ്പോഴ് അപ്പച്ചിയുടെ മക്കളെ അച്ഛൻ അടിച്ചിട്ടുണ്ട്. അപ്പോഴ് എൻ്റെ അടുത്ത് ഇങ്ങനെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ പറയും. നല്ല വലുതായ ആളാ. വന്നിട്ട് 20 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട് നമ്മള്. അപ്പോഴും മാമച്ചിയുടെ മക്കളായപ്പോ അടിക്കൂല. എന്നെയൊക്കെ ആകുമ്പോ അടിക്കും. മാമച്ചിയുടെ സ്വന്തം മക്കളായപ്പോ അടിക്കില്ല. ഞാനിങ്ങനെ അടിക്കാനുള്ള വകുപ്പായ. അല്ല, പക്ഷേ നമ്മളോട് വലിയ പ്രശ്നമില്ലായിരുന്നു. നമ്മള് കുറെ പേരെ കണ്ടുണ്ട് നമ്മളുടെ ജനറേഷനിൽ.
ഭയങ്കര Abusive ആയിട്ടുള്ള അബ്യൂസീവായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഉണ്ട്. അടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഇതിനെ ഞെട്ടും. അങ്ങനെയുള്ള സ്റ്റോറീസ് ഒക്കെ ഉണ്ടടാ. അങ്ങനെ ടെറർ അല്ലേ, അങ്ങനെയൊന്നും ഇല്ല. പ്രോപ്പർ ഒരു പോലീസ് മുറയില് അവര് കൈകാര്യം ചെയ്ത ആൾക്കാരൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അതൊക്കെ അവർക്ക് ഭയങ്കര ട്രോമയൊക്കെ കിട്ടിയിട്ടുള്ള ആൾക്കാർ കാണും. ഇപ്പോഴും നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മള് അങ്ങനൊരു ഇതുണ്ടല്ലോ, അത് ഒരുപാട് പേർക്ക് ബാഡ് പാരന്റിങ്. ഇപ്പം ബാഡ് പാരന്റിങ് എന്നല്ല, ഇപ്പം ചിലർക്ക് പാരന്റ് ചെയ്യണം കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാത്തുള്ള സാധനമായിരിക്കും. പക്ഷെ ഇത് ചിലരെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞുകൂടെങ്കിലും ഈ വയലൻസ് ആണ് ഏറ്റവും നല്ല പാരന്റിങ് എന്നും പറഞ്ഞ് കൊടുക്കുന്ന പണിഷ്മെന്റ് ഒക്കെ കാണും. അത് മിക്കത് ഈ പോലീസുകാരുടെ മക്കളാണ് എപ്പോഴും ഇതിന് ഇരയാവാറുള്ളത്. അത് ഞാൻ മിക്കപ്പോഴും കാണാറുണ്ട്. ആ ഒരു പാറ്റേൺ ഉണ്ട്. എന്ന് വെച്ചാൽ അവരും ഈ സ്റ്റേഷനിലും ഇതിലൊക്കെ കാണുന്നതൊക്കെ ഇങ്ങനത്തെ സംഭവമായതുകൊണ്ട് അത് തന്നെ ഇങ്ങോട്ടും പ്രാവർത്തികമാക്കുന്ന കുറേ പേരുണ്ട്. അങ്ങനെ കുറേ നമ്മൾ തന്നെ റിയൽ ലൈഫിൽ കണ്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കഥ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊന്നും താങ്ങാൻ പറ്റൂല. അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പം ഭയങ്കര കുറവാണ്. പോലീസുകാരും അങ്ങനെ ചെയ്യൂല. അല്ല, പണ്ട് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടൈമിന്റെ ഒരു ഇതുണ്ടായിരുന്നു. ഈ അടി നിന്റെ വീട്ടില് അങ്ങനെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല? അമ്മ അച്ഛനും സാധുക്കളായിരുന്നു. നല്ലതാടാ. ഗുഡ് ആക്ച്വലി ഗുഡ്. പാവങ്ങളാ. പിന്നെ ഇതിന് വേറൊരു സിബ്ലിംഗ് വഴക്ക് പറയേ ഉള്ളൂ. വഴക്ക് മാത്രമേ ഉള്ളൂ, അല്ലാതെ ദേഹോപദ്രവമൊന്നുമില്ല. എന്താ കുട്ടി ഇങ്ങനെ കാണിക്കണം? അല്ല, ഇതില് വേറൊരു സാധനമുണ്ട്. വേറൊരു നമ്മളെ അച്ഛനമ്മമാരുടെ ജനറേഷനിൽ ഇപ്പോഴും എക്സിസ്റ്റിംഗ് സാധനമാണ്. അത് അവരുടെ ഇതിൽ ചിലപ്പോഴൊക്കെ വൻ അടിയാവും. അതൊരു സ്വത്തിന്റെ പേരിലും ഇതിലൊക്കെ മിണ്ടാത്ത കേസ് ഉണ്ട്. അത് ഭയങ്കര കോമൺ ആണ്. മിണ്ടാത്ത കേസ്, വഴക്ക്. അത് വേറൊരു ജനറേഷനിൽ അങ്ങനെയാണ്. ഈ സിനിമയിൽ അത് കാണിക്കുന്നുണ്ട്. അത് അങ്ങനെ ഇങ്ങനെ ജനറേഷനിൽ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പഴയ ജനറേഷൻ മാത്രമൊന്നും. പഴയതിലാണ് കുറച്ചും കൂടെ തീവ്രമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വർഷങ്ങളോളം ഈ കേസും കാര്യങ്ങളൊക്കെ നിനക്ക് സാധനം എഴുതി തരുമല്ലോ. അപ്പൊ എന്റെ തനിക്കോടെ കാണാം. എഴുതുന്ന സമയമാകുമ്പോഴേ വരുമായിരിക്കും കേട്ടോ. കഴിയുമ്പോഴാണ് ഇത് ഇപ്പൊ നമുക്ക് ചിന്തിക്കാൻ പറ്റൂല. ചേർത്ത് പ്രായമൊക്കെ ആയി മറ്റേ പ്രാരാബ്ദമൊക്കെ വരുമ്പോ അത് ശരിയാവൂലല്ലോ. എനിക്ക് അണ്ണീവനായിട്ടാണല്ലോ തന്നത്. ഇപ്പൊ ഉള്ളവരൊക്കെ നേരത്തെ എഴുതി വെക്കുമെന്ന് തോന്നുന്നു. അല്ലല്ല, അത് സാധനം ഇപ്പോഴുള്ളവര് കുറച്ചുകൂടെ അറിയാം, നേരത്തെ മുൻകൂട്ടി കണ്ടിട്ട് നേരത്തെ എഴുതും. പണ്ടുള്ളവരെന്ന് വെച്ചാൽ മരിക്കണ ഒരു സമയം വരെ എഴുതാതിരിക്കും, എന്നിട്ടങ്ങ് പോകും. എന്നിട്ട് ചിലപ്പം ഓരോരുത്തരുടെയും പറയുമായിരിക്കും അത് നിനക്കാണ്. ചിലപ്പോ അവന്റെ അടുത്ത് മാത്രമേ കാണുള്ളൂ. അപ്പൊ അവ ഇത് കേട്ടിട്ട് കഴിയുമ്പോഴത്തേക്ക് പറയും അത് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. അത് ഈ സാധനം ഭയങ്കര ഈ ഒരു ഭയങ്കര സ്വത്തൊക്കെ ഉള്ള ഒരു ഫാമിലിയിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന അത് ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ ഭയങ്കര സ്വത്തൊക്കെ ഉള്ള ഒരു ഫാമിലിയാണെങ്കിൽ കുറെ പിള്ളേരും ഉണ്ടെങ്കിൽ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് നടക്കും. നമ്മൾ ഈ കാശാരന്മാരുടെ തന്നെ എന്തോരം കണ്ടിട്ടുണ്ട്. വലിയ ഇതില് എല്ലാം മറ്റേ അല്ലെങ്കിൽ അത്രയും അമ്മയച്ഛനും ഒക്കെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് എടുത്തിട്ടേ ഇവര് ആദ്യമേ പറഞ്ഞ് എഴുതിയൊക്കെ വെച്ച് കൊണ്ടുപോകണം. ഇത്തിരി ഇത് പോയിട്ട് കൊണ്ടുപോകണം. അല്ലാതെ ഇപ്പം കുറെ കഴിഞ്ഞിട്ട് ചെയ്യാന്ന് പറയണവര് കയ്യിലൊക്കെ എനിക്ക് അനുഭവമുണ്ട്. അനുഭവമല്ല, അത് സാധനമുണ്ട്. അവര് തമ്മിൽ മിണ്ടൂല, അങ്ങനത്തെ ഒരു സാധനമുണ്ട്. ശരിയാ, അങ്ങനെ ഒരു സാധനമുണ്ട്. പിന്നെ ഇതില് വേറൊരു സാധനമുണ്ട്. അതായത് പണ്ടത്തെ ജനറേഷനാണ്. അതായത് ഒരുപാട് നമ്മുടെയൊക്കെ അച്ഛനപ്പം ആ ഒരു ജനറേഷൻ. അതെ അതെ അതെ. ആ കാലത്ത് ഒരുപാട് മക്കളുണ്ടാവുമല്ലോ. എന്നിട്ട് മൂത്ത കൊച്ചിന് ചിലപ്പോ ഒരു 18 വയസ്സാകുമ്പോഴായിരിക്കും ഏറ്റവും ഇളയ കൊച്ചുണ്ടാവുന്നത്. അപ്പോഴത്തേക്ക് ഈ അച്ഛനൊക്കെ റിട്ടയർ ആയിട്ട് ഈ പിള്ളേരുടെ എല്ലാം ബാധ്യത ചിലപ്പം ഏറ്റവും മൂത്ത കൊച്ചിനായിരിക്കും കൊടുക്കുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. അത് ചെറുതായിട്ട് ഈ സിനിമയിലും ഉണ്ട്. അതായത് ചില പാരന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യൂല. ഈ പിള്ളേര് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് ഫുഡ് മാത്രം കൊടുത്ത് അതെനിക്ക് തോന്നുന്നു ഈ സാധനം മാത്രമല്ല ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ചിലരുണ്ട് ഒരു പണിയും ചെയ്യത്തില്ല, പക്ഷെ അവരാണ് ഇവിടുത്തെ മെയിൻ. അങ്ങനത്തെ ഒരു മെയിൻ ക്യാരക്ടർ സിൻഡ്രോം ഉള്ള കുറെ ആൾക്കാർ ഗ്രഹനാഥൻ കളിക്കുന്ന സെറ്റപ്പ് ഉണ്ട്. അതാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ കുറച്ചുകൂടെ കാണിച്ചിട്ട്. മറ്റേ പുള്ളിക്കാരന്റെ വൈഫാണ് എല്ലാം മൊത്തം കൊണ്ട് നടക്കുന്നതെങ്കിലും എന്നിട്ട് പുള്ളിക്ക് മറ്റേ എസ്കേപ്പ് ആവാൻ വേണ്ടിട്ട് ഇവനെ മറ്റേ ജോലിക്ക് പോകും. അല്ല, അങ്ങനെയുള്ള കേസസ് ഒക്കെ ഉണ്ട്. അതായത് ഇവര് ഇത്തിരി പഠിക്കേണ്ട അല്ലെങ്കിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയത്ത് ചില റെസ്പോൺസിബിലിറ്റീസ് എടുത്തു വെച്ചിട്ട് അവരുടെ
പുള്ളിയുടെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യും. എന്നിട്ട് അങ്ങനെ മക്കളെ പറഞ്ഞു കൊണ്ട ആൾക്കാർ ഉണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര ലക്കി. പുണ്യം ചെയ്ത ജന്മങ്ങൾ. അത് സത്യമുണ്ടോ? അങ്ങനെ ചിന്തിക്കും നമ്മളെ പാരന്റ്സിന്റെ കാര്യം. മറ്റേ ഫുട്ബോളൊക്കെ എടുത്ത് മറ്റേ ഇതില് പൊതിക്കണ സാധനം ഉണ്ടല്ലോ, അതൊക്കെ സത്യം. എന്റെ അച്ഛൻ ചുണ്ണാമ്പ് പേറ്റാണെങ്കിൽ കൊണ്ടുവന്നിട്ടുണ്ട് കാശ്മീരിൽ നിന്ന്. എന്റെ വെക്കേഷനൊക്കെ എന്റെ അച്ഛൻ അവിടെ കളിക്കുന്നുണ്ട്, അവിടെ പോയി കളിക്കാന്നും പറഞ്ഞു വിടും കളി. ശല്യം കൊണ്ടായിരിക്കും വീട്ടിലൊന്നും എടുത്തില്ല, ഭയങ്കര ശല്യമാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്കേഷൻ ടൈമിൽ മറ്റേ കോടർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, മറ്റേ അതൊരു ഭയങ്കര ഒരു തൊന്തരവാണ്. എന്ന് വെച്ചാൽ അവിടെ കുത്തിയിട്ട് ഇവിടെ കുത്തണം. ഈ വയർ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ടി വി ഇടാൻ പറ്റില്ല, അത് മാറ്റി വെക്കും. ടിവിയുടെ ഫ്രണ്ട് ഇരിക്കായിരിക്കും. ടിവിയുടെ ഫ്രണ്ട് ഇരിക്കായിരിക്കും. അങ്ങനെ പണ്ട് കുറെ ക്രിക്കറ്റ് കളിക്കാനൊക്കെ ആയിട്ട് നമ്മള് ആ ഒരു സാധനത്തിന് നമ്മൾ ഭയങ്കര ലക്കിയായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു 16, 17, 18 വയസ്സിലൊക്കെ നമ്മൾ ഇഷ്ടം പോലെ ഗ്രൗണ്ടിൽ നിന്നൊന്നും കയറിയിട്ടേ ഇല്ല. അതുകൊണ്ട് ഈ കളിക്കാൻ നടക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കളിച്ച അങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടില്ല. എനിക്ക് പക്ഷെ ആനുവൽ എക്സാം കഴിഞ്ഞിട്ടുള്ള ഒരു ആനുവൽ എക്സാം കഴിഞ്ഞ അന്ന് തന്നെ വൈകുന്നേരം നമ്മള് 6ാം ക്ലാസ് 5ാം ക്ലാസ് ആ സമയത്ത് തന്നെ വീട്ടിന്റെ തൊട്ടപ്പുറത്തൊക്കെ കളിയാ. ആ സമയത്ത് തന്നെ അത് ആനുവൽ എക്സാമിന്റെ അത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര രസമാണ്, ഒരു എക്സ്റ്റസിയാണ്. ബുക്ക് വേണ്ട, ബുക്കും സാധനമൊന്നും ഇനി വേണ്ടല്ലോ, പുതിയ സാധനം വരുമല്ലോ, അപ്പൊ അത് കളയുക ഇത് കളയുക അങ്ങ് ഓടി. ആകരുതുള്ളത് വൈകുന്നേരം കളിച്ചിത്തിരി ഇതാവുമ്പോഴത്തേക്കും വിളിക്കും കടയിൽ പോവാൻ, മെല്ലി പോവാനൊക്കെ വിളിക്കും. അതാണ് അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു പണ്ട് നമുക്ക്. ഞാനൊക്കെ ഇത്തിരി അന്ന് ഓവറൊന്നും കിട്ടൂല, കൊച്ചല്ലേ. അപ്പം എങ്ങനെയെങ്കിലും കരവി ആയിരിക്കും ഒരു മിനി ഓവറൊക്കെ ആയിരിക്കും തരണം, 3 ബോളൊക്കെ. അപ്പൊ അതിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ ആലോചിച്ച് ഷെയിൻ ബോളിന്റെ ഒക്കെ ബോളൊക്കെ എറിയാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്ക് അവിടുന്ന് വിളിക്കും, വാ മെല്ലിൽ പോവാൻ സമയമായി, പൊടിക്കണം. കാര്യം അരി പൊടിച്ചാലേ പിറ്റേന്ന് അന്ന് ഈ ഇതൊക്കെ പൊടിക്കണം. പുട്ടുണ്ടാക്കാൻ പൊടിച്ചിട്ടൊക്കെ പൊടിച്ച അത് നിങ്ങളൊരു ക്രിക്കറ്ററാണ്. ഞാൻ പണ്ട് പൊടിക്കാൻ കൊണ്ടുപോയിട്ട് സൈക്കിൾ ഉണ്ടല്ലോ, സൈക്കിളിൽ കൊണ്ടുപോയിട്ട് പൊടിച്ചു വന്നിട്ട് പെട്ടെന്ന് നടന്ന് സൈക്കിൾ അവിടെ വെച്ചിട്ട് നടന്ന് വരും. മറന്നുപോയി, സൈക്കിൾ മറന്നുപോയി. പിന്നെ രാത്രി ആണ് അവിടെ ഒരു സൈക്കിൾ ഇരിക്കണ, രാത്രി നോക്കുമ്പോ ഒന്നുമില്ല. പിന്നെ പോകുമ്പോ അവിടെ ഒരു ഭാഗ്യത്തിന് സൈക്കിൾ കാണും. എന്നടാ ഇങ്ങനെ അനുഭവം നിങ്ങൾക്കുണ്ടായില്ലേ? അങ്ങനെ ഒരു അനുഭവം, കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറെ പ്രാവശ്യം നീ മറന്നു വയ്ക്കുകയായിരുന്നു. ഇത് എന്നുവെച്ചാ ട്യൂഷൻ കഴിഞ്ഞിട്ടേ ബസ്സിൽ കയറിയിട്ട് ഒരു അമ്മച്ചീരെ അടുത്ത് വെക്കാൻ കൊടുത്തു എടുക്കാതെ തിരിച്ചു. അമ്മച്ചി അത് കൊണ്ട് എണീറ്റിരിക്കയില്ലേ. അത് അങ്ങനെ മറ്റേ ഇത് എന്താണ്ട് ഇതിനെ പറയാ, ഡേ ഡ്രീമിങ്. ഡ്രീമിങ് അല്ല, നമ്മള് ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് മറ്റേ ഒരു ഇതിൽ പോവല്ലോ, വീട്ടിൽ കയറി കൈവീശി പോയി. പിന്നെ വന്നപ്പോ ബാഗ് അമ്മച്ചി കൊണ്ടുപോയി. പിന്നെ കിട്ടി ബാഗ് എല്ലാം പറഞ്ഞു കിട്ടി. ഈ KSRTCയുടെ ഒരു കൊളാബറേറ്റ് ചെയ്തു അവരെവിടെ വാങ്ങിച്ചു വെച്ചിരുന്നു. അതിന് എന്തൊരു അവര് ഈ അവിടെ ചെന്ന് പറയുമ്പോഴത്തന്നെ ഇതെന്തൊരു ഈ കൊച്ചുങ്ങൾക്ക് ഇത്രയും ബോധമില്ലേ, ബാഗ് മതിമറന്ന് കിടക്കുകയാണ് അവൻ കഞ്ചാവ്. ആ സമയത്ത് അങ്ങനത്തെ ഒരു സാധനം എന്തെല്ലാം ഉറപ്പായിട്ടും വന്നനാ. കഞ്ചാവൊന്നും ആരും കേട്ടിട്ടില്ലാത്തതുണ്ട്. സത്യം. ഇപ്പോഴുള്ള പിള്ളേർക്ക് അങ്ങനെ നോക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ചെറുതായിട്ടൊക്കെ എന്തെങ്കിലും തെറ്റുപറ്റി കഴിഞ്ഞാൽ ഇങ്ങനെ ആലോചിക്കുമ്പോ തന്നെ പറയായിരിക്കും അവ കഞ്ചാവ് മറ്റേ MDMA പൊടി ചുമ്മാ അടിച്ചു കൊടുക്കുമായിരിക്കും. പറയാൻ പറ്റൂല. നമുക്കൊന്നും ആ ഒരു ഇതുണ്ട്, ഒരു പ്രിവിലേജ് ഉണ്ട്. ആ സമയത്ത് അതൊന്നും അവൻ തൊടൂലെന്ന് അറിയായിരുന്നു. അങ്ങനെ ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു വീട്ടില്. നമുക്ക് സിനിമയിലോട്ട് വീണ്ടും ഈ സിനിമ ഇങ്ങനെ കുറെ സാധനങ്ങൾ ടച്ച് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സാധനങ്ങൾ. അത് ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകുന്ന സാധനമല്ല, ഒരു സാധനം തന്നെ ഒരു പോഡ്കാസ്റ്റ് ആക്കാനുള്ള ഇതൊരു കുറെ പേർക്ക് ഇത് നമുക്ക് എന്താ പറയാ കണക്ട് ചെയ്യാൻ പറ്റും. 90s ആയാലും ഇപ്പോഴത്തെ പിള്ളേരായാലും 70s കണക്ട് ആവും. ശരി, 70s കണക്ട് ആവും. അതിൽ ചെറിയൊരു സീനുണ്ട്. അല്ല, കുറച്ച് മിക്ക ജനറേഷനിലുള്ള ആൾക്കാർക്ക് അത് കണക്ട് ആവും. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഇത്രയും നല്ല രീതിയിൽ ഓടുന്നത്. ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ കരയും. ഞാൻ മെഴുകി. പക്ഷെ ഇവര് അവസാനം ആ കരച്ചില് നിർത്താതെ അവസാനം ഒരു ഇതിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. പിന്നെ ഒരു സ്പോയിലർ എനിക്ക് പറയാനുള്ളത്,
അലൻ മെഡിസിൻ വാങ്ങിച്ചിട്ട് കൊടുത്തില്ല. അതെന്താണത്? അത് ഞാൻ നോക്കി ചിലപ്പോ അവൻ പോണ വഴിയായിരിക്കും. അവൻ പോകും ഇല്ലില്ല, അതിനുശേഷമാണ് വീട്ടിൽ വിളിച്ച് കരയണത്. അത് ഞാൻ ശ്രദ്ധിച്ച്. പക്ഷെ അവൻ പോകൂടാ, അവന് ആ സമയത്ത് എന്തെങ്കിലും ഇത് വന്നതാണ്. അതിൽ മറ്റേ ഒരു മൊട്ടച്ചേട്ടനില്ലേ, മറ്റേ ജോണി സിൻസിനെ പോലെ. പക്ഷെ എനിക്ക് തോന്നിയത് അത് ഒരു മലയാളികളുടെ ഹോൾ റെപ്രസെന്റേഷൻ പോലെ തോന്നി, എന്നുള്ള ഒരു രീതിയിൽ സാധനമാണെന്ന് തോന്നി. പിന്നെ പുള്ളി പറയൂലേ എന്തേ ഒരു ജീവിതമല്ലേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ജീവിക്കണ്ടേ എന്നിട്ടാണ്. അത് ഭയങ്കര ഒരു എന്താ മോട്ടിവേറ്റിംഗ് സാധനമാണ്. പിന്നെ ഇതിൽ എടുത്തു പറയാണ് ബിജുക്കുട്ടന്റെ ഒരു ഇതാണ്, അപ്രിസിയേഷൻ ആണ് കൂടുതലുള്ളത്. ബിജുക്കുട്ടൻ ആ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കരച്ചിൽ വന്ന ആൾക്കാർക്ക് കുറച്ച് കരച്ചിൽ വന്നത് ആ ഒരു സീനാണെന്നാണ് എന്റെ ഒരു ഇത്. മറ്റേ ഒരുപാട് റീലൊക്കെ ഒരുപാട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റേ പണ്ട് മറ്റേ പടക്കത്തിന്റെ ഒരു സാധനം ഉണ്ടല്ലോ, പടക്കത്തിന്റെ സാധനം നമ്മള് ഈ ടീസർ കാണുമ്പോഴ് പറഞ്ഞായിരുന്നു അവര് പണ്ടത്തെ ഇതൊക്കെ വെച്ചിരുന്നല്ലോ. പക്ഷെ ആ പ്ലേസ്മെന്റ് അടിപൊളിയായിരുന്നു. അതിൽ ആ പാട്ടും കൂടെ കേറി വരുമ്പോഴത്തേക്കും കരയും. അല്ല അവര് തമ്മില് ആ സീൻ കണ്ടപ്പോ തന്നെ അതെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് വീണിട്ട് മറ്റേ പയ്യൻ വന്നിട്ട് അച്ഛൻ എണീക്കുന്നുള്ള രീതി, അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര അതിന്റെ BGM, ആ ഒരു ഐക്കോണിക് BGM കൂടെ അവിടെ കയറി വരും. അപ്പോഴാണ് അല്ല അവര് യഥാർത്ഥത്തിൽ റിയൽ ലൈഫിൽ അച്ഛനും മോനും ആണോ എന്ന് ചിലപ്പോ തോന്നുന്നു നമുക്ക്. അത്രയും ഇത് ഉണ്ട് ആ താടിയും ഇതൊക്കെ വെച്ച്. പിന്നെ ബിജുക്കുട്ടൻ എനിക്ക് തോന്നുന്നു കുറെ നാളിന് ശേഷം കിട്ടിയ ഒരു നല്ല റോളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടനാണ്. ബിജുക്കുട്ടൻ അഭിനയിച്ചിട്ട് അങ്ങനെ പാളിപ്പോയ ഒരുപാട് കോമഡി, ഇപ്പം അടികപ്പിയാരെ ഇതിലും ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മലയാള സിനിമ കുറച്ച് അധികം ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു നടനാണ് പുള്ളി. പുള്ളി റീലിലൊക്കെ നല്ല ഡാൻസ് വിചാരിച്ചില്ല. പക്ഷെ ബിജുക്കുട്ടന് നല്ലൊരു ബ്രേക്ക് ത്രൂ ആണ് ഈ സിനിമ കൊടുത്തിട്ടുള്ളത്. നല്ല രസമുണ്ട്. ഇപ്പൊ വാഴ 1-ലും വാഴ 2-ലും ഈ ആൺകുട്ടികളുടെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് എനിക്ക് ഒരു ക്യൂരിയോസിറ്റി. ഈ പെൺകുട്ടികളുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയായിരിക്കും തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മൾ ഒരുമിച്ചാണ് സിനിമയ്ക്ക് പോയത്. ഇപ്പൊ തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഈ ആണുങ്ങളുടെ മാത്രമേ കാണിക്കുന്നുള്ളൂ, പെമ്പിളുടെ പെർസ്പെക്റ്റീവ് ഇല്ല എന്നൊരു സാധനം സൂപ്പർ ശരണ്യയില് കുറച്ച് കാണിച്ചിട്ടുണ്ട്. പക്ഷെ അത് കോളേജിന്റെ സാധനമല്ലേ, ഇതിപ്പോ സ്കൂളിലുള്ള അത് എനിക്ക് നമുക്ക് അറിഞ്ഞൂടല്ലോ, സാധനം അറിഞ്ഞൂടല്ലോ. അപ്പൊ അതിന്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് എന്തായിരിക്കും ആ ഒരു സാധനം വേണമെങ്കിൽ അങ്ങനെ ഒരു സാധനം കൊണ്ടുവരാം. പക്ഷെ അത് ഓടോന്ന് എനിക്ക് ഞാൻ പറഞ്ഞുതരാം. എത്ര ഫീമെയിൽ ഡയറക്ടർ അങ്ങനത്തെ ഒരു സിനിമ എടുക്കും? ഒരു ഫീമെയിൽ ഡയറക്ടർ ഇത് ഡയറക്ടറിനല്ലേ അത്രയും അറിയാൻ പറ്റുള്ളൂ. നമ്മൾ സാധാരണ ഇമോഷനും കാര്യങ്ങളും കൾച്ചർ ആ ഒരു ഇത് കിട്ടുള്ളൂ. സാധാരണ ഇപ്പൊ സൂപ്പർ ശരണ്യാവട്ടെ ഗിരീഷ് ഏടിയാണ് എടുത്ത, അത് അവരെ ചിലപ്പോൾ റിസർച്ച് ഒക്കെ ചെയ്ത് കുറെ ഒക്കെ ചെയ്ത് കാണും. റിലേറ്റബിൾ ആവണ ഒരു ഫീമെയിൽ ഡയറക്ടറും റൈറ്ററും ഒക്കെ എഴുതിയാലല്ലേ റിലേറ്റബിൾ ആവുള്ളൂ. പിന്നെ അത് വിജയിക്കണമെങ്കിൽ ഇതേപോലെ ഇപ്പൊ നമ്മള് ഒരു തിയേറ്ററിൽ അത്രയും ഇത് ഗേൾസും വരണം സിനിമ കാണാൻ. അപ്പോഴും കൊമേഴ്ഷ്യലി അതിന്റെ ഒരു ചോദ്യമാണ്. അത് കൊമേഴ്ഷ്യലി ഒരു വലിയൊരു ചോദ്യമായിരിക്കും. പക്ഷെ അത് ചെറിയ എടുത്തു കഴിഞ്ഞാൽ രസമായിരിക്കും. അതെ നമുക്ക് എന്താണെന്ന് അറിഞ്ഞൂടല്ലോ. അപ്പൊ അതിന്റെ ഒരു സംഭവം നമ്മളാണെങ്കിലും പോകൂല അങ്ങനത്തെ പടം ഇറങ്ങിയാൽ നല്ലതാണെങ്കിൽ എന്തായാലും പോകും. കാര്യം ആണുങ്ങളുടെ നമുക്ക് എല്ലാവർക്കും അറിയാം, സ്ഥലം അറിഞ്ഞൂടാ എന്താണ് എങ്ങനെയാണ് ഒട്ടും അറിഞ്ഞൂടാ. നമ്മുടെ കൂടെ പഠിച്ചവർക്കാണെങ്കിലും അങ്ങനെ അവരങ്ങനെ അങ്ങനെ ഷെയർ ചെയ്തിട്ടില്ല, അങ്ങനെ കണക്റ്റഡ് ആണെന്ന് ഇല്ല. ആ സമയത്ത് കണക്റ്റഡ് ആയിരുന്നില്ല, നമ്മൾ സംസാരിക്കൂല അങ്ങനെ. അല്ല അവര് തമ്മിൽ കണക്റ്റഡ് ആണോ എന്നുള്ളത് അറിയില്ല. ഫ്രണ്ട്ഷിപ്പാണോ ഉദ്ദേശിക്കുന്നത്? ഫ്രണ്ട്ഷിപ്പിനെയാണോ ചോദിക്കുന്നത്? ഞാൻ ഉദ്ദേശിച്ച ഇപ്പൊ നമ്മളെ പോലത്തെ ഇപ്പം ഈ ഒരു രീതിയിലുള്ള ഒരു റാപ്പ് ഉണ്ടാന്നുള്ളത് കാണുമായിരിക്കും. പക്ഷെ കുറവാണ്, ഇത്രയും സാധനങ്ങൾ നിലനിൽക്കുന്നത് കുറവായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ആരും പോഡ്കാസ്റ്റ് ഒന്നും തുടങ്ങിയില്ലല്ലോ. അല്ല അവർക്കും ഇതേപോലെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, പക്ഷെ കമ്പാരിറ്റീവ്ലി കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. കാര്യം കല്യാണമൊക്കെ കഴിച്ച് പല വഴിക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു കണക്ഷൻ സാധനം പൊതുവെ എല്ലാരും പറയണതാണ് കുറവാണ്, കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പൊ നമ്മളിപ്പോ ഇത്രയും പേരും സ്ട്രോങ് ആയിട്ട് നിൽക്കാനില്ല. ഇപ്പൊ ഈവൻ ആഫ്റ്റർ മാരേജ് ആണെങ്കിലും പെട്ടെന്ന് പോകില്ല, നമ്മൾ എന്തെങ്കിലും ഒരു സമയം കണ്ടുപിടിക്കും ആ ഒരു സോഷ്യലൈസിങ് വേണ്ടിയിട്ട്. ആ ഒരു ലക്ഷ്യം അവർക്ക് കിട്ടാറില്ല പൊതുവെ. ഇപ്പം കുറച്ച് വ്യത്യാസമുണ്ട്, പക്ഷെ പണ്ട് ഒട്ടും കിട്ടാറില്ല. ഇത് കാണുന്ന ഫീമെയിൽ ഓഡിയൻസ് ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാ. നിങ്ങൾക്ക് അങ്ങനെ ഒരു സാധനം കിട്ടാറുണ്ടോ? നിങ്ങൾ അത് ഇനിഷ്യേറ്റീവ് എടുക്കാറുണ്ടോ?
പിന്നെ ഈ സിനിമയുടെ ഒരു വിപിൻ ദാസിന്റെ ഒരു കയ്യൊപ്പുണ്ട്. റൈറ്റിംഗ് വിപിൻ ദാസ് അല്ലേ, പുള്ളിക്കാരന്റെ ആ ഒരു സിനിമയുടെ ആ യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, യൂണിവേഴ്സ് ഉണ്ടല്ലോ, യൂണിവേഴ്സില് പുള്ളി അവര് കാസ്റ്റ് ചെയ്യണ ആക്ടേഴ്സ് ഇല്ലേ, അതൊക്കെ കുറച്ച് ഇത്തിരി അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ, നല്ല കഴിവുള്ള ആൾക്കാരെയൊക്കെ പുള്ളി പൊക്കിക്കൊണ്ടുവരണം. ഇപ്പം ബിജു കുട്ടനാവട്ടെ, ഫസ്റ്റ് പാർട്ടിലായാലും അങ്ങനെ ഉണ്ട്, ബാദുഷ, അവര് കൃഷ്ണപ്രസാദ്, കൊറേ നാളായി പുള്ളിക്ക്. ഇപ്പൊ നമ്മള് ആ തിയേറ്ററിന്റെ സീനൊക്കെ നമ്മള് പറഞ്ഞെടുക്കാൻ പറ്റിയ ഒരു റോളും കൊടുത്ത് കൊറേ കാലമായി. പുള്ളിയെ കാണുമ്പോ ഒരു ജയകൃഷ്ണൻ എന്നാണ് പേരിന്റെ ഒരു കണ്ടു കഴിഞ്ഞാൽ തോന്നണം. ഏതൊക്കെ സിനിമയിൽ ജയകൃഷ്ണനായിരുന്നു. അപ്പോഴങ്ങനെ കുറെ ആക്ടേഴ്സിനെ പുള്ളിക്കാരൻ പിക്ക് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മറ്റേ ബിജുക്കുട്ടന്റെ ചേട്ടനായിട്ട് വരുന്ന പുള്ളി, ആ പുള്ളിക്ക് എന്തോ ഫൈനാൻഷ്യലി നല്ല സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന സമയം. പക്ഷെ എന്നാലും പുള്ളി ചെയ്ത റോള് നന്നായിട്ട് ചെയ്തു. ലാസ്റ്റിലൊക്കെ നല്ല രസം നന്നായിട്ട് ചെയ്തു. പിന്നെ അജിന്റെ ചേട്ടനില്ലേ, ഒരു റീലൊക്കെ ചെയ്യുന്നത്, അതൊക്കെ ഭയങ്കര നല്ലോണം ചെയ്തിട്ടുണ്ടോ, നല്ല രസമായിട്ട് അവൻ ചെയ്തു. പുള്ളിയുടെ റീല് കാണുമ്പോഴേ ആ ഡയലോഗ് ഡെലിവറി ഒക്കെ അവരുടെ വേറെ സ്ലാങ്ങും ഈ സിനിമയില് പുള്ളിക്ക് എവരത്രയും സ്ക്രീൻ ടൈം ഉള്ള സമയം നന്നായിട്ട് ചെയ്തു. അത് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. പിന്നെ ഹാഷിർ എനിക്ക് തോന്നുന്നു കുറച്ച് മറ്റേ ചിലപ്പം നെക്സ്റ്റ് സ്റ്റാർ ആവാം, ആവാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജ് ഉണ്ട്, അത് നന്നായിട്ട് അഭിനയിക്കാനും അറിയാം. അപ്പൊ അത് പിന്നെ കോമഡിയും മുഖത്ത് കോമഡി സാധനങ്ങളൊക്കെ വരണുണ്ട്. മറ്റേ അലനെ പോവല്ലേ അങ്ങനെ സംഭവമൊക്കെ പറയുമല്ലോ, അതിലൊക്കെ നന്നായിട്ട് നല്ല എഡിറ്റിംഗ് ആയിരുന്നു കേട്ടോ. നല്ല എഡിറ്റിംഗ്, ആ ഇമോഷൻ കിട്ടിയ സാധനമില്ലേ, നല്ല എഡിറ്റിംഗ്. അത് എഡിറ്റിംഗ് എസ്പെഷ്യലി എടുത്ത് പറയണം. അത് ഇല്ലെങ്കിൽ നമുക്ക് ത്രൂ ഔട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റൂല. ചില സ്ഥലത്തൊക്കെ ബോറടിക്കുന്ന സാധ്യതയുള്ള സ്ഥലത്തൊക്കെ അവര് എഡിറ്റിംഗില് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർക്ക് 4 പേർക്കും എനിക്ക് ചാൻസ് ഉണ്ട്. എനിക്ക് അലനൊക്കെ എനിക്ക് ചാൻസ് ഉണ്ട്, നല്ല ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും 4 പേർക്കും. അജിനാവട്ടെ ലാസ്റ്റ് ഒക്കെ ഒരു അജിന് ആദ്യം കൊള്ളാം, മറ്റേ ആ പെൺകുട്ടിയുടെ അടുത്ത് സംസാരിക്കുന്ന സാധനമാണ്, ഒരു കുണുങ്ങലും നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ വിനായക് അവനും നല്ലൊരു സ്കോപ്പ് ഉള്ള ആളാണ്. അപ്പം ഗുഡ് വർക്ക്. വിപിൻ ദാസിന്റെ എഴുത്തൊക്കെ സൂപ്പർ ആയിരുന്നു. ഫുൾ പാക്കേജ്. അതെ. ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും വാഴകളോ വെച്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും നമ്മള് ഇല്ല, വാഴ കൊല കഴിഞ്ഞെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു എവന് വേണമെങ്കിൽ ഒരു ചാൻസ് മതി, നമ്മൾ അതിൽ പിടിച്ച് കയറിക്കോളാം. സ്കൂളിന്റെ ഇതിലൊക്കെ നിനക്ക് ചാൻസ് ഉണ്ട്. എടാ എവന് മറ്റേ സ്കൂളിന്റെ എന്തോ സാധനമൊക്കെ വന്നപ്പോ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. എടാ നീ പോയി ഇത് ഓഡീഷൻ ചെയ്യും, അഭിനയിക്കണം. നമ്മളെന്തെങ്കിലും ചെറിയൊരു സാധനം ഇവിടെ എന്തെങ്കിലും പറയുമ്പോഴും എനിക്കൊന്നും പറ്റൂല ഇത് അങ്ങനെ പറയാറ്. മോഹൻലാലിന്റെ നന്നായിട്ട് എടുക്കും. അഭിനയിക്ക് ഒരു കഴിവും കൂടെ വേണേ, സെറ്റ് ചെയ്യാം. പക്ഷെ സ്കൂളാണ് അടുത്ത ഇതെങ്കിൽ ഇവന് ഒന്നും വേറെ പ്രത്യേകിച്ച് വലിയ പണിയൊന്നും. വാഴ എന്ന് പറയുമ്പോൾ സ്കൂളാവണോന്ന് തന്നെ ഇല്ല. ഇനി ഒരു വാഴ എപ്പോഴും സ്കൂളായി കമ്മിങ് ഓഫ് ഏജില് എടുക്കണത്. ഇനി കുറച്ചൊരു 30s പോട്ടെ, ഒരു വെറൈറ്റി ഇല്ലേ, ഔട്ട് ഓഫ് ഏജസ് 30s വാഴകളും ഉണ്ടല്ലോ. വാഴകൾ എല്ലായിടത്തും ഉണ്ടല്ലോ. ഇപ്പൊ വാഴകൾ വെച്ച് എന്തെങ്കിലും വേറെ ആരെങ്കിലും എടുക്കുകയാണെങ്കിലും ഒരുപാട് വാഴകൾ അവൈലബിൾ ആണ്. പിന്നെ ഈ റീൽസ് ചെയ്യുന്ന ആൾക്കാർക്കും ഇതൊരു മോട്ടിവേഷനും. ഈ സിനിമ 100 കോടി അല്ലെങ്കിൽ ഈ സിനിമ ഹിറ്റായത് അവർക്ക് ഭയങ്കര ഒരു വാലിഡേഷൻ ആണ്. കാര്യം ആരുടെയും പിന്നില്ലല്ലോ, അത് ഭയങ്കര ഒരു വാലിഡേഷൻ. ഇപ്പം കഴിവുണ്ടെങ്കിൽ പെട്ടെന്ന് കേറാൻ പറ്റും. 100 കോടി അടിക്കണമെങ്കിൽ അതൊരു ഭയങ്കര ഒരു ചരിത്രമാണ്. അത് ഭയങ്കര വലിയൊരു കാര്യമാണ്. ഇപ്പോഴും ഇക്കാക്ക് പോലും ഇല്ല, എന്നിട്ടാ അത് സമ്മതിക്കണം. പിന്നെ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്ന സാധനം എന്ന് വെച്ചാൽ ഈ ഒരു ജനറേഷൻ ആ ടൈമില് എല്ലാരും താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാരും യൂട്യൂബ് ചാനൽ തുടങ്ങണേന്ന് നല്ല. യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ നമ്മളെ ഇത് ഒരു ഡയറി ഉണ്ടാക്കിയിടുന്നത് നല്ലതാ. ഇത് ടു ലേറ്റ് ഒന്നും അല്ല. പിന്നെ ഈ സിനിമ ഭയങ്കരമായിട്ട് ജയിക്കുകയാണെങ്കിൽ ടിക്ടോക്ക് വിളിയില് ഒരു കുറവ് വരും.
എന്ന് എനിക്ക് തോന്നുന്നു. ഹാഷിറൊക്കെ പണ്ട് മറ്റേ ടിക്ടോക്ക് ചെയ്തത് ഇത് കണ്ണൊക്കെ എഴുതി അത് ആ സാധനമൊക്കെ ചെയ്തിട്ടുള്ളത്. അല്ല, ആ സാധനത്തിന് ഒരു കുറവ് വരും. കാര്യം എല്ലാവരും ഇങ്ങനെ പറയാ എന്തൊക്കെ ചെയ്ത് ഇങ്ങനെ എടുക്കണം എന്നൊക്കെ പറയുന്ന സാധനം കുറയും. പിന്നെ കഴിവ് മാത്രം പോരാ, ഇതൊക്കെ ഷോക്കേസും കൂടെ ചെയ്യണം. പിന്നെ കഴിവ് വേണം, എങ്കിലും ഷോക്കേസ് ചെയ്യാൻ പറ്റുള്ളൂ. കഴിവ് അല്ല, എനിക്ക് തോന്നിയിട്ടുള്ളത് കഴിവുണ്ടെങ്കിൽ ഇപ്പം ഇൻസ്റ്റാഗ്രാം അങ്ങനത്തെ പ്ലാറ്റ്ഫോമിൽ കൂടെ പെട്ടെന്ന് കിട്ടും, പെട്ടെന്ന് ആൾക്കാർ എടുക്കും. ഈ ഷെയർ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു ഞാൻ പറയണ കഴിവ് ഉള്ളവരും ഇത് ഷോക്കേസ് ചെയ്യാതെ ഇരിപ്പുണ്ട്. പുറത്തിറങ്ങി അതാണ് ഞാൻ പറഞ്ഞത്. ഹാഷിറിനേക്കാൾ കഴിവുള്ളവരൊക്കെ ഉണ്ട്, അത് ഷോക്കേസ് ചെയ്യാത്തവരുണ്ട്. പക്ഷേ ഈ കണ്ടന്റ് ക്രിയേഷൻ ദാസൻ എന്തോ അടുത്ത റീൽ ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു. അതിനേക്കാൾ ഞാൻ പറഞ്ഞത് ഒരു മോട്ടിവേഷൻ, ഇപ്പൊ ആൾക്കാർക്ക് ഒരു മോട്ടിവേഷൻ കിട്ടി. അതുകൊണ്ട് എല്ലാരും യൂട്യൂബ് ഈ സാധനം അക്കൗണ്ട് തുടങ്ങി ചെയ്യണ ഒരു ഈ ഒരു ജനറേഷനിൽ അത്യാവശ്യമായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പേഴ്സണൽ വിൻ പോലെ ഈ ഒരു സംഭവം. അല്ല, ഇപ്പം അഭിനയം മാത്രമല്ല, ഇപ്പൊ പാട്ട് പാടാം, അതൊക്കെ പെട്ടെന്ന് കയറി പോണം. ഇതുണ്ട്, പാട്ടൊക്കെ പാടി ഒരു റീലിട്ട് കയറി പോണ ആൾക്കാരെ. മറ്റേ ക്ലാസിക് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം ജോണർ. ഇപ്പം നമ്മള് ഏതെങ്കിലും കല്യാണത്തിന് പോകുമ്പോഴോ ആൾക്കാർ ഇങ്ങനെ ചോദിക്കും, യൂട്യൂബ് ആ ഒരു സാധനം ഉണ്ടല്ലോ, കണ്ടന്റ് ക്രിയേറ്റ് എന്ന് വെച്ചാൽ അവര് മറ്റേ വേറെന്തോ രാജ്യത്ത് നിന്ന് വരും പോലെ ഒരു ഇതുണ്ടല്ലോ, വേറെ അന്യഗ്രഹ ജീവി പോലെ. ആ ഒരു സാധനം വെച്ചോണ്ടിരിക്കാതെ ആ ഒരു സാധനം എന്ന് വെച്ചാൽ എല്ലാവർക്കും ആ ഒരു നോർമലൈസിങ് ഉണ്ടല്ലോ, ആവണമെന്നാണ് പറയുന്നത്. ആവണമെന്നാണ് ഞാൻ പറയണത്. ആയില്ലെങ്കിൽ നമ്മൾ അത്രയും ഔട്ട്ഡേറ്റഡ് ഇപ്പോഴും ഇതിലൊന്നും ഇറങ്ങാതെ, താല്പര്യം ഉണ്ടെങ്കിലും ഇറങ്ങാത്തവർക്ക് ഔട്ട്ഡേറ്റഡ് ആയെന്നേ പറയാൻ പറ്റുള്ളൂ. കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങുക. കഴിവില്ലായ്മയെ കുറിച്ച് നമ്മൾ വേറൊരു സംഭവം പിന്നെ ചെയ്യുന്നതായിരിക്കും. കഴിവില്ലാത്തവരുടെ ഒരു ലോകം. അത് നമ്മൾ അതിനെ കുറിച്ച് റിസർച്ച് ചെയ്യാണ് നമ്മള്, അല്ലേ? അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് നമുക്ക് ചെറുകഥ അല്ലേ, നമുക്കൊരു കഥ എഴുതി എടുക്കണം. നമ്മള് ഒരു പോഡ്കാസ്റ്റ് നമ്മൾ അതൊരു പോഡ്കാസ്റ്റ് ചെയ്യും, കഴിവില്ലായ്മ. അല്ലെങ്കിൽ ആ പോഡ്കാസ്റ്റ് എന്തായാലും പുള്ളിക്ക് അയച്ചു കൊടുക്കുക. കഴിവില്ലായ്മ അല്ലെങ്കിൽ ഒരു കഴിവില്ലെന്ന് വിശ്വസിക്കുന്നവർ, അല്ലേ? അങ്ങനെ ഒരു വിഭാഗമുണ്ട്. അതിനെ കുറിച്ച് നമ്മള് എന്തുകൊണ്ട് കഴിവില്ലാത്തവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ലേ? കഴിവില്ലാത്തവർക്ക് മാത്രം, കഴിവുള്ളവർ മാത്രമാണ് ഈ ലോകത്തുള്ളത്. ആ സാധനത്തിനെ കുറിച്ച് നമ്മൾ ഇനി ഫ്യൂച്ചറിൽ ഭയങ്കരമായിട്ട് വലിയതായിട്ട് ഡിസ്കസ് ചെയ്യും. അന്ന് ഇത് എന്തിനാ അത് എല്ലാ കഴിവില്ലാത്തവന്മാരെയും വിളിച്ചോണ്ട് വരണമെന്നാണ് ഞാൻ പറയുന്നത്. എല്ലാരെയും വിളിക്കണം ഞാൻ പറയുന്നത്. ആ കാര്യത്തിൽ നമ്മൾ അനുഗ്രഹീതരാണ്. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ പറഞ്ഞ മറ്റേ സ്പോയിലേഴ്സൊക്കെ അല്ലേ, സൊല്യൂഷൻ ഉണ്ട്. നമ്മൾ ആദ്യം പറയുന്നുണ്ട്, സിനിമ പറഞ്ഞിട്ടുണ്ട്. അതെ, കാണാതെ ഇതൊന്നും കാണരുത്. അല്ലെ, പിന്നെ നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്തായാലും ഇതിന്റെ അഭിപ്രായം കാണാതെ ഇത് കാണും. അങ്ങനെ ചെയ്യരുത്. ആദ്യത്തിലോട്ട് തിരിച്ചു പോയിട്ട് അടച്ചിട്ട് പോവുക. എല്ലാം പോകണം. അല്ല, സിനിമ കണ്ടിട്ടുള്ളവർ എന്തായാലും നമ്മൾ ഈ ഡിസ്കസ് ചെയ്തതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള കാര്യം ഞാൻ പറയുന്നത്, ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ് ഡിസ്കസ് ചെയ്തിട്ട് ഇപ്പൊ ഇതെല്ലാം കേട്ടിട്ടും പോയാൽ അത് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പടമാണ്. നമ്മളെ വലിയ സ്പോയിലർ ഒന്നും പറഞ്ഞിട്ടില്ലെന്നാണ് വിശ്വാസം. എല്ലാവരുടെയും പേരും കഥാസന്ദർഭങ്ങളും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതില് സ്പോയിലർ നമ്മൾ പറഞ്ഞ പുറത്തായാലും ആസ്വാദനം കുറവാണ്. അപ്പൊ അതത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു എപ്പിസോഡായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.